الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله. يا أيها الذين آمنوا اتقوا الله حق تقاته وعليكم السلام ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها المؤمنين عباد الله أوصيكم إياي أولا بتقوى الله فاتقوا الله عباد الله. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ട് നമ്മൾ ഈ സദസ്സിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയെ സംബന്ധിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാന എന്താണെന്നും അതിലടങ്ങിയിരിക്കുന്ന റുക്നുകളായിട്ടുള്ള അതിന്റെ സ്തംഭങ്ങൾ എന്താണെന്നും ആ ലാ ഇലാഹ ഇല്ലല്ലാഹയെ പൂർത്തീകരിക്കേണ്ടുന്ന ഷർത്തുകൾ എന്തൊക്കെയാണെന്നുമാണ് നമ്മൾ സംസാരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നാലാമത്തെ ഷർത്തായ അൽ-ഇൻഖിയാദ്, അതിനെ സംബന്ധിച്ചാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അൽ-ഇൻഖിയാദ് വൽ മുനാഫി ലിത്തർക്കി വദാലിക ബിഅൻ യൻഖാദ ലിമാ ദല്ലത അലൈഹി കലിമത്തുൽ ഇഖ്ലാസ്. ഇൻഖിയാദ് എന്ന് പറഞ്ഞാൽ അത്തർക്ക് എന്നുള്ള ഉപേക്ഷ വരുത്തുക, തിരസ്കരിക്കുക എന്ന അതിന്റെ വിപരീതത്തെ ഒഴിവാക്കിക്കൊണ്ട് സമ്പൂർണമായ അള്ളാഹുവിനെ നമ്മൾ വിധേയത്വം കാണിക്കുന്നു. വദാലിക ബിഅൻ യൻഖാദ ലിമാ ദല്ലത അലൈഹി കലിമത്തുൽ ഇഖ്ലാസ്. എന്തിനോടാണ് നമ്മൾ വിധേയത്വം കാണിക്കേണ്ടത്? എന്തിനോടാണ് നമ്മൾ സമ്പൂർണമായി കീഴൊതുങ്ങേണ്ടത്? നമ്മൾ വിധേയത്വം കാണിക്കേണ്ടത് നമ്മൾ കീഴൊതുങ്ങേണ്ടത് കലിമത്തുൽ ഇഖ്ലാസ് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സത്യസാക്ഷ്യവചനം എന്തൊന്നാണോ നമ്മൾ അറിയിക്കുന്നത്, അതിന്റെ താല്പര്യങ്ങൾ എന്താണ്, അതിന്റെ മുക്തവയാത്തുകൾ, അതിന്റെ ലവാസിമുകൾ, അതിന്റെ അനിവാര്യതകൾ, അതെല്ലാം നമ്മൾ സമ്പൂർണമായി ഉൾക്കൊണ്ട് അതിലേക്ക് കീഴൊതുങ്ങണം. സമ്പൂർണ്ണ വിധേയത്വം ആ കാര്യങ്ങളോട് കാണിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മൂന്നാമത്തെ ഷർത്തായ ഖബൂലും ഇൻഖിയാദും. എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം? ഖബൂൽ എന്ന് പറഞ്ഞാൽ എവിടെ സ്വീകരിക്കും, എന്തിലത് പരിമിതമാണ്? നമ്മൾ വിശദമായി തന്നെ സംസാരിച്ചു. ഖബൂൽ എന്ന് പറഞ്ഞ മലയാളത്തിൽ എന്താ നമ്മൾ അർത്ഥം പറഞ്ഞത്? സ്വീകാര്യ സന്നദ്ധത. ഇൻഖിയാദ് എന്ന് പറഞ്ഞാൽ വിധേയത്വം കാണിക്കുക, കീഴൊതുങ്ങുക. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? മലയാളത്തിൽ പറഞ്ഞാൽ അത് തന്നെ അതിന്റെ വ്യത്യാസം. സ്വീകാര്യ സന്നദ്ധതയും വിധേയത്വം. യഥാർത്ഥത്തിൽ അതിന്റെ ആത്മാവ് എന്താണ്? ഖബൂൽ എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ അതിനെ വിശദീകരിച്ചിട്ടുള്ളത്, അതിന്റെ വ്യത്യാസങ്ങൾ, ഖബൂലിന്റെയും ഇൻഖിയാദിന്റെയും വ്യത്യാസങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്, ഒരു വിഷയത്തെ നമ്മൾ ആദ്യം ഹൃദയത്തിൽ സ്വീകരിക്കുന്നു, ഹൃദയം കൊണ്ട് കറകളഞ്ഞ് സംശയമില്ലാതെ അംഗീകരിച്ച് ഉറപ്പുവരുത്തി അതിനെ നമ്മൾ സ്വീകരിക്കുന്നു. എന്നിട്ട് അത് നാക്കുകൊണ്ട് പ്രഖ്യാപിച്ചാൽ അത് കബൂലായി. എന്നാൽ ഇൻഖിയാദ് എന്ന് പറഞ്ഞാൽ ഒരു പടി കൂടി മുമ്പിലേക്ക്. എന്താണ്? ഇത്തിബാഓടുകൂടി അത് നമ്മുടെ അവയവങ്ങളിലൂടെ പ്രവർത്തനങ്ങളായി രൂപാന്തരം ചെയ്യുമ്പോൾ അതെന്തായി? ഇൻഖിയാദായി. പ്രവർത്തനങ്ങളിൽ അത് പ്രകടമാകുമ്പോൾ ഖബൂല് ഇൻഖിയാദിലേക്ക് കടന്നു. ഇതിന് രണ്ടിനും, ഖബൂലിനും ഇൻഖിയാദിനും ഇത്തിബാ അനിവാര്യമാണെന്ന് നമ്മൾ സൂചിപ്പിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഫൽ-ഇൻഖിയാദു വൽ ഇസ്തിസ്ലാം വൽ ഇസ്ആൻ, സമ്പൂർണമായി അള്ളാഹുവിന് സമർപ്പിക്കുക,
സമ്പൂർണമായി അള്ളാഹുവിന് വിധേയത്വം കാണിക്കുക. ഇതാണ് ഇൻഖിയാദ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹുക്കുമുകളിൽ ഒന്നിനോടും നമുക്കൊരു വൈഷമ്യം തോന്നാതിരിക്കുക. അതാണ് ഇൻഖിയാദ് എന്ന് പറഞ്ഞാൽ. എന്താണ് അതിനുള്ള തെളിവ്? പരിശുദ്ധ ഖുർആനിൽ നിന്ന് സൂറത്തു സുമറിലെ 54-ാമത്തെ ആയത്താണ് ഉലമാക്കൾ അതിനെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ തെളിവ്. വഅനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹ്, നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് ഖേദിച്ച് താഴ്മയോടെ വിനയത്തോടെ മടങ്ങുക. വഅസ്ലിമൂ ലഹ്, സമ്പൂർണമായി അവനിലേക്ക് നിങ്ങൾ കീഴൊതുങ്ങുക, എല്ലാം അവൻ അർപ്പിക്കുക. ഇതാണ് ഇൻഖിയാദിനുള്ള ഒന്നാമത്തെ തെളിവ്. അതുപോലെ തന്നെ നമുക്ക് സുപരിചിതമായ സൂറത്തു നിസാഇലെ 65-ാമത്തെ ആയത്ത് എന്തായിരുന്നു? ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. നിന്റെ റബ്ബായ അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അവർ വിശ്വാസികളാകുകയില്ല. ഹത്താ യുഹക്കിമു, നിന്നെ വിധികർത്താവാക്കുന്നത് വരെ. ആരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ. റസൂലുള്ളാഹി ജീവിച്ചിരിക്കുമ്പോൾ അവിടത്തിലേക്ക് നേർക്കുനേരെ മടങ്ങുന്നു. റസൂലുള്ളാഹിന്റെ മരണശേഷം അവിടുത്തെ സുന്നത്തിലേക്ക് മടങ്ങുന്നു. എന്ത് വിഷയത്തിൽ? ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായ വിഷയത്തിൽ. ثم لا يجدوا في أنفسهم حرجا مما قضيت, എന്നിട്ട് ആ വിധി അവർ കണ്ടെത്തുകയും ആ വിധി അവരിൽ വിധിക്കപ്പെട്ടതിന് ശേഷം യാതൊരു ബുദ്ധിമുട്ട് പിന്നീട് തോന്നാതിരിക്കുകയും ചെയ്യുക. വൈസല്യമോ തസ്ലീമ, സമ്പൂർണമായതിലേക്ക് കീഴൊതുങ്ങുകയും ചെയ്യുക. ഇതാണ് ഇൻഖിയാദിനുള്ള രണ്ടാമത്തെ തെളിവ്. രണ്ടായത്തുകൾ കൂടി ഉലമാക്കൾ വ്യക്തമായതിനെ പഠിപ്പിക്കാൻ അതിന്റെ തെളിവുകളായി സൂചിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും ഇത് പറഞ്ഞിട്ടില്ല, എന്നാൽ പലരും ഇത് പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് സൂറത്തുൽ ലുഖ്മാനിലെ 22-ാമത്തെ ആയത്ത്. സൂറത്തുൽ ലുഖ്മാൻ 22. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യുസ്ലിം വജ്ഹഹു ഇലല്ലാഹ് വഹുവ മുഹ്സിൻ, മുഹ്സിനായ നിലയിൽ, സുഹൃതം ചെയ്തവനായ നിലയിൽ, ഇഹ്സാൻ അതിന്റെ ശർത്തുകൾ പൂർത്തീകരിക്കപ്പെട്ട നിലയിൽ. എന്താണ് ഇഹ്സാൻ? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. അല്ലാഹുവിനെ നീ കാണുന്നത് പോലെ. ഇനി അതിന് സാധിച്ചില്ല, നീ കാണുന്നില്ലെങ്കിലും നിന്നെ അവൻ കാണുന്നു എന്ന ഇഹ്സാനിന്റെ ശർത്ത് പൂർത്തീകരിച്ച് സുഹൃതവാനായ നിലയിൽ, മുഹ്സിനായ നിലയിൽ അല്ലാഹുവിലേക്ക് മുഖത്തെ സമർപ്പിച്ചവൻ, അല്ലാഹുവിലേക്ക് മുഖം തിരിച്ചവൻ, ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ, അവൻ ബലവത്തായ ഒരു പാശത്തിലാണ്, കയറിലാണ് മുറുകെ പിടിച്ചിരിക്കുന്നത്. ഏതാണ് ഉർവത്തുൽ വുസ്ഖാ? ആ ബലവത്തായ പാശം ഏതാണ്? കലിമത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, കലിമത്തുൽ ഇഖ്ലാസ്, കലിമത്തു തഖ്വാ, മിഫ്താഹുൽ ജന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാകുന്നു ആ ബലവത്തായ പാശം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ലുഖ്മാന്റെ 22-ാമത്തെ ആയത്തിലൂടെ ബലവത്തായ പാശത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിച്ചവൻ ആരാണെന്നാണ് പറഞ്ഞത്? വമൻ യുസ്ലിം വജ്ഹഹു ഇലല്ലാഹി വഹുവ മുഹ്സിൻ, സുഹൃതം ചെയ്തവനായി, മുഹ്സിനായി അല്ലാഹുവിലേക്ക് അവന്റെ മുഖത്തെ സമ്പൂർണമായി സമർപ്പിച്ചവൻ, അല്ലാഹുവിന് അവന്റെ മുഖത്തെ കീഴൊതുക്കിയവൻ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതാണല്ലോ, സമ്പൂർണമായ ഇസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് വൽഇൻഖിയാദു ലഹു ബിത്വാഅ വൽബറാഅതു മിനശ്ശിർകി വഅഹ്ലിഹി. ഇസ്ലാമിന്റെ നിർവചനമായി ഉലമാക്കൾ പഠിപ്പിക്കുന്നു, അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, തൗഹീദ് കൊണ്ട് അല്ലാഹുവിലേക്ക് സമ്പൂർണമായി കീഴൊതുങ്ങുക. വൽഇൻഖിയാദു ലഹു ബിത്വാഅ, ത്വാഅത്തുകളിലൂടെ, അല്ലാഹുവിനോടുള്ള അനുസരണത്തിലൂടെ അതിന് സമ്പൂർണ്ണ വിധേയത്വം നമ്മൾ കൽപ്പിക്കുന്നു. വൽബറാഅതു മിനശ്ശിർകി വഅഹ്ലിഹി, ശിർക്കിന്റെയും അതിന്റെ അഹ്ലുകാരിൽ നിന്നും പൂർണ്ണമായി നമ്മൾ ഒഴിഞ്ഞു നിൽക്കുന്നു. ഇതാണ് ഇസ്ലാമിന്റെ നിർവചനം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ബലവത്തായ പാശത്തിൽ മുറുകെ പിടിക്കാൻ സാധിക്കുക ആർക്ക് മാത്രമാണ്? ഇൻഖിയാദ് എന്ന് പറയുന്ന ആ ശർത്ത് പൂർത്തീകരിച്ചവനാണ്. ഇൻഖിയാദ് എന്ന് പറഞ്ഞാൽ അൽ ഇസ്തിസ്ലാം വൽ ഇദ്ആൻ, സമ്പൂർണമായി അല്ലാഹുവിലേക്ക് കീഴൊതുങ്ങുക എന്നുള്ളതാണ്. അടുത്ത തെളിവ് സൂറത്തു നിസാഇലെ 125-ാമത്തെ ആയത്ത്, ഇൻഖിയാദിനുള്ള അടുത്ത തെളിവ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ വത്തബഅ മില്ലത ഇബ്രാഹീമ ഹനീഫ. അല്ലാഹുവിലേക്ക്, നേരത്തെ പറഞ്ഞ ആയത്തിന്റെ ഒന്നുകൂടി കൂടിയ വിശദീകരണമാണ്. വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്, അല്ലാഹുവിലേക്ക് തന്റെ മുഖത്തെ സമർപ്പിച്ചവൻ. എങ്ങനെ? മുഹ്സിനായ നിലയിൽ. അത് നേരത്തെ പറഞ്ഞ ആയത്തിലുള്ളതാണ്.
ശേഷം ഇതിൽ ഒന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്തു വത്തബഅ മില്ലത ഇബ്രാഹീമ ഹനീഫ. ഹനീഫ എന്ന നിലയിൽ, ഹനീഫ് എന്ന് പറഞ്ഞാൽ അതിന് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള തഫ്സീർ മാഇലൻ അൻ ശിർക്കി ജാനിഹൻ ഇല തൗഹീദ്, ഷിർക്കിൽ നിന്ന് സമ്പൂർണ്ണമായി തൗഹീദിലേക്ക് ചാഞ്ഞവനായി ഹനീഫായ നിലയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്തിനെ പിൻപറ്റുന്നവൻ, ഇഹ്സാനോടുകൂടി മുഹ്സിനായി നിലനിൽക്കുന്നവൻ, അങ്ങനെ അവന്റെ മുഖത്തെ സമ്പൂർണ്ണമായി അല്ലാഹുവിലേക്ക് സമർപ്പിച്ചവൻ. വമൻ അഹ്സനു ദീന, അതിനേക്കാൾ വലിയ നല്ല ദീൻ ഏതുണ്ട്? ആ മനുഷ്യൻ മുറുകെ പിടിച്ചിട്ടുള്ള ഇഹ്സാനോടുകൂടി മുഹ്സിനായി സമ്പൂർണ്ണമായി അവന്റെ മുഖത്തെ അല്ലാഹുവിലേക്ക് സമർപ്പിച്ചു. അതോടൊപ്പം അവൻ ഹനീഫിയത്ത് മില്ലത്തു ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ മില്ലത്ത് മുറുകെ പിടിക്കുന്നു, പിൻപറ്റുന്നു. അവൻ അനുഷ്ഠിക്കുന്ന ദീനിനേക്കാൾ മനോഹരമായ ദീനേതുണ്ട്? അതാണ് ഇപ്പൊ യഥാർത്ഥ ദീൻ. അപ്പോൾ യഥാർത്ഥ ദീനിന്റെ അടിസ്ഥാനമാണ് എന്ത്? അൽ ഇൻഖിയാദ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇൻഖിയാദ് എന്ന് പറഞ്ഞാൽ സമ്പൂർണമായ അല്ലാഹുവിലേക്ക് കീഴൊതുങ്ങുക എന്നുള്ളതാണ്. ഇനി فإذا علم أحد معنى لا إله إلا الله فقد جاء بالشرط الأول. لا إله إلا الله ഒരുത്തൻ പഠിച്ചു, അറിഞ്ഞു, സംശയമില്ല, അവനപ്പം എന്ത് ചെയ്തു? ഒന്നാമത്തെ ഷർത്ത് പൂർത്തീകരിച്ചു. വഇദാ ഐഖന ബിഹാ, അതിനുള്ള ഉറപ്പുണ്ട്. മുനാഫിഖിനെ പോലെയല്ല, കപടവിശ്വാസിയെ പോലെയല്ല, അല്ലെങ്കിൽ അതിലേക്ക് സംശയം കലർന്നിട്ടുള്ള മറ്റുള്ളവരെ പോലെയല്ല. അവൻ രണ്ടാമത്തെ ഷർത്തും പൂർത്തീകരിച്ചു. വഇദാ ഖബിലഹ, മനസ്സുകൊണ്ടും നാക്കുകൊണ്ടും സ്വീകരിച്ചു, പ്രഖ്യാപിച്ചു. അവൻ മൂന്നാമത്തെ ഷർത്ത് കൊണ്ടുവന്നു. ഫഖദ് ജാഅ ബിശ്ശർത്തി സാലിസ് വലാകിന്നഹു ഇദാ ലം യൻഖദ് വലം യുദ്ഇ ലഹ വലം യസ്തസ്ലിം വലം യഅമൽ ബിമുഖ്തദാ മാ അലിം. പക്ഷെ അവൻ അതിന് വിധേയത്വം കാണിച്ചില്ല, സമ്പൂർണ്ണമായി അതിലേക്ക് കീഴൊതുങ്ങിയില്ല, അതിന്റെ താല്പര്യമനുസരിച്ച് പ്രവർത്തിച്ചില്ല. ഫഇന്ന ദാലിക ലാ യൻഫഉ, അങ്ങനെയുള്ളൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് അവന് യാതൊരു ഉപകാരവും ചെയ്യുകയില്ല. അപ്പോൾ ഇൻഖിയാദ് എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പൂർത്തീകരണത്തിൽ അനിവാര്യമാണ്. ഒരുപാട് ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ അടിസ്ഥാനമായി ഇസ്ലാമിന്റെ താരീഫായി പഠിപ്പിച്ച കാര്യമാണ് എന്ത്? അമലുകൾ അതിന്റെ പൂർണ്ണതയോടുകൂടി ഇൻഖിയാദോടുകൂടി അള്ളാഹുവിനോടുള്ള വിധേയത്വത്തോടുകൂടി ചെയ്യുക എന്നുള്ളത്. അതാകുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നാലാമത്തെ ഷർത്തായ അൽ ഇൻഖിയാദ്. ഇനി ഈ ഇൻഖിയാദിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചോർത്തിക്കളയുന്ന വളരെ ഗൗരവതരമായി, പ്രത്യേകിച്ച് ഈ സമകാലിക സാഹചര്യത്തിൽ ഏറെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട, ഗൗരവത്തോടെ നിലപാടുകൾ സ്വീകരിക്കേണ്ട, അതിന്റെ കറകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് സമ്പൂർണ്ണമായി കഴുകിക്കളയേണ്ട ഒരു വിഷയമാണ് തർക്കു തഹാക്കുമി ലിശരീഅത്തില്ലാഹി അസ്സ വജല്ല വസ്തിബ്ദാലുഹാ ബിൽഖവാനീനിൽ വദഇയ്യ. ഈ ഇൻഖിയാദ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നാലാമത്തെ ഷർത്തായ ഇൻഖിയാദിനെ നഷ്ടപ്പെടുത്തുന്ന കാര്യം, അല്ലാഹുവിന്റെ ശരീഅത്തല്ലാത്ത മറ്റൊരു വ്യവസ്ഥിതി അത് സ്വീകരിക്കുക, അള്ളാഹുവിന്റെ ശരീഅത്തിന്റെ ഹുക്മ് തേടിപ്പോകേണ്ടതിന് പകരമായി സ്ഥാപിതമായിട്ടുള്ള മറ്റ് നിയമസംഹിതകൾ നമ്മൾ പകരം സ്ഥാപിക്കുക. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നാലാമത്തെ ഷർത്തായ ഇൻഖിയാദിനെ ബാധിക്കുന്ന വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ്. ഇതിലേക്ക് എനിക്കും നമുക്ക് ഓരോരുത്തർക്കും വെളിച്ചം കിട്ടാൻ വേണ്ടി മഹാനായ ഇന്ന് സൗദിയിൽ ജീവിച്ചിരിക്കുന്ന കിബാറുകളിൽപ്പെട്ടിട്ടുള്ള ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ നവാഖിദുൽ ഇസ്ലാം, ഇസ്ലാമിൽ നിന്ന് പുറത്താക്കി കളയുന്ന നവാഖിദുകൾ, അതിന്റെ വിശദീകരണത്തിൽ ഈ മസ്അലയെ വളരെ ഗ്രാഹ്യമായി തന്നെ അദ്ദേഹം വിശകലനം ചെയ്യുന്നുണ്ട്. ഇസ്ലാമിൽ നിന്ന് പുറത്താക്കി കളയുന്ന നവാഖിദുകളിൽ മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല 10 കാര്യങ്ങൾ ഇസ്ലാമിൽ നിന്ന് ഒരാളെ പുറത്താക്കി കളയുന്നതായി എണ്ണി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലെ നാലാമത്തെ കാര്യമാണ് മനി അഅ്തഖദ അന്ന ഗൈറ ഹദീ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്മലു മിൻ ഹദീഹി ഔ അന്ന ഹുക്മ ഗൈരിഹി അഹ്സനു മിൻ ഹുക്മിഹി. ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീ, മാതൃക, ചര്യ, സമ്പ്രദായം, നടപടിക്രമം, വ്യവസ്ഥിതി അതല്ലാത്ത മറ്റേതെങ്കിലും ചര്യ, സമ്പ്രദായം, വ്യവസ്ഥിതി അത് റസൂലുള്ളാഹിന്റെ ഹദീനേക്കാൾ പൂർണ്ണമാണ് എന്ന് വിശ്വസിക്കുക, ഇതിനേക്കാൾ നല്ലത് അതാണെന്ന് വിശ്വസിക്കുക, ഇതിനേക്കാൾ പൂർണ്ണത അതിനുണ്ട് എന്ന് വിശ്വസിക്കുക. അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു ദീനിൽ സ്ഥിരപ്പെടുത്തിയിട്ടുള്ള ഒരു വിധി, ഒരു ഹുക്ം, അതിനേക്കാൾ മനോഹരമായ, അതിനേക്കാൾ നല്ല അർത്ഥപൂർണമായ ഒരു വിധി വേറൊരു വ്യവസ്ഥിതിയിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുക.
വിശ്വാസം മതി, മനസ്സിലൊരു തോന്നലുണ്ടായാൽ മതി. പറയണമെന്നില്ല, പ്രഖ്യാപിക്കണമെന്നില്ല, അതനുസരിച്ച് പ്രവർത്തിക്കണമെന്നില്ല. ഏതുപോലെ ദുർമൂർത്തികളുടെ ത്വാഗൂത്തുകളുടെ വിധി. ത്വാഗൂത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഇറക്കിയതുകൊണ്ടല്ലാതെ വിധിക്കുന്നവരൊക്കെ ത്വാഗൂത്താണ്. അള്ളാഹുവിന്റെ വ്യവസ്ഥിതി അല്ലാത്ത വ്യവസ്ഥിതിക്ക് ഹുക്കുമ തേടി പോകുന്നവൻ ആ ഹുക്കുമിലൂടെ ചെയ്യുന്നത് ത്വാഗൂത്തുകളുടെ ഹുക്കുമിനെ ഇസ്ലാമിന്റെ ഹുക്കുമിനേക്കാൾ മഹത്വവൽക്കരിക്കുകയാണ്. അങ്ങനെ ചെയ്താൽ കാഫിർ, അവൻ കാഫിറാണെന്നാണ് മഹാനായ ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ശൈഖ് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് ചില മസ്അലകൾ നമ്മളെ എണ്ണി പഠിപ്പിക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മസ്അല, മനി അത്തഖദ അന്ന ഹുക്മ ഗൈരി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനു മിൻ ഹുക്മി ഫഖദ് കഫർ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിലൂടെ പഠിപ്പിച്ച ഒരു ഹുക്ം, ഒരു വിധി, അതിനേക്കാൾ നല്ല വിധി വേറെയുണ്ട് എന്ന് വിശ്വസിച്ചാൽ ഫഖദ് കഫർ, അവൻ കുഫ്ർ ചെയ്തു. കാരണം എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുക്കുമല്ലാത്ത മറ്റൊരു ഹുക്കുമിനെ ഒരാൾ മഹത്വവൽക്കരിച്ചാൽ, അതിനോടൊരു പ്രിയം തോന്നിയാൽ അവൻ കാഫിറായി എന്ന് പറയാൻ എന്താണ് കാരണം? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുബല്ലിഗുൻ അനില്ലാഹ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്ന് നമുക്ക് എത്തിച്ചു നൽകുന്നവനാണ്. റസൂലുള്ളാഹി നമ്മുടെ മുബല്ലിഗാണ്, അള്ളാഹുവിൽ നിന്ന് നമുക്ക് വഹി എത്തിച്ചു തരുന്നവനാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഹുക്മുഹു അലൈഹി സ്വലാത്തു വസ്സലാം ഹുക്മുൻ സാദിറുൻ മിനല്ലാഹ്. അപ്പൊ റസൂലുള്ള ഒരു വിധി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വിധി ആരുടെ വിധിയാണ്? ഹുക്മുൻ സാദിറുൻ മിനല്ലാഹി സുബ്ഹാനഹു വതആല, അള്ളാഹുവിന്റെ വിധിയാണ്. കാരണം കമാ ഖാല തആല ഫിൽ ഖുർആനിൽ കരീം, സൂറത്തുൻ നിസാ 105-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഭിസംബോധന ചെയ്ത് അള്ളാഹു പറയാണ്, ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ്. റസൂലേ, താങ്കൾക്ക് ന്യായപ്രകാരം ഈ കിതാബിനെ നാം ഇറക്കിയിട്ടുള്ളത് ലിതഹ്കുമ ബൈനന്നാസ്, താങ്കൾ ജനങ്ങൾക്കിടയിൽ ഹുക്മ പറയാനാണ്, വിധി തീർപ്പിലാക്കാനാണ്. ബിമാ അറാകല്ലാഹ്, താങ്കൾക്ക് അള്ളാഹു കാണിച്ചു തന്ന വഹിയുടെ പ്രകാരം, വഹി അനുസരിച്ച്. റസൂലുള്ളാഹിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിക്കാൻ പറഞ്ഞത് അള്ളാഹു വഹിയിലൂടെ കാണിച്ചു തന്നത് ഏത് പ്രകാരമാണ് അത് പ്രകാരം വിധിക്കാനാണ്. വേറൊരായത്ത് സൂറത്തുൽ മാഇദ 49, വനഹ്കും ബൈനഹും ബിമാ അൻസലല്ലാഹ്. റസൂലേ, അവർക്കിടയിൽ താങ്കൾ അള്ളാഹു ഇറക്കിയത് കൊണ്ട് വിധിക്കുക. അപ്പോൾ فالرسول صلى الله عليه وسلم إنما يحكم بحكم الله وبما أراه الله ولم يقل له بما رأيت. അള്ളാഹുവിന്റെ റസൂൽ ഒരു വിധി വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു കാണിച്ചു കൊടുത്ത വിധിയാണ്, വഹിയിലൂടെ ഇറക്കി കൊടുത്ത വിധിയാണ്. കാരണം റസൂലുള്ളാഹിനോട് അള്ളാഹ് പറഞ്ഞില്ല, റസൂലേ ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ്, കിതാബ് നിങ്ങൾക്ക് ഇറക്കിയിട്ടുണ്ട് ലിതഹ്കുമ ബൈനന്നാസി ബിമാ റഅയ്ത്. അള്ളാഹ് കാണിച്ചു തന്നതിനപ്പുറത്ത് താങ്കൾ കാണുന്ന പോലെ അതിനെ വിധിക്ക്. യുക്തിക്ക് ബുദ്ധിക്ക് അനുസരിച്ച് എന്ത് ഇസ്ലാമിന്റെ വിധി നടപ്പിലാക്കുക, സംഘടന ഉണ്ടാക്കാം, പ്രബോധനത്തിന്റെ നൂതനമായ ഗവേഷണ മേഖലകൾ പരതി നമുക്കതിനെ കുറിച്ച് എന്തെന്നാ പറയാ റിസർച്ച് ചെയ്യാം. അങ്ങനെ ഇസ്ലാമിലെ സ്ഥിരപ്പെട്ടിട്ടുള്ള വിധികളിൽ നമുക്ക് ഗവേഷണത്തിനും നമ്മുടെ ഇഷ്ടപ്രകാരം യുക്തിപ്രകാരം ചിന്തയിലുദിക്കുന്ന ചിന്തകൾ പ്രകാരം നമുക്ക് തീർപ്പിലാക്കാൻ അവകാശം തന്നിട്ടുണ്ട് അള്ളാഹു? ഇല്ല. അള്ളാഹിന്റെ റസൂലിനോട് പോലും കിതാബൊക്കെ ഇറക്കി തന്നിട്ടുണ്ട്, നിങ്ങൾ പറ്റുന്ന പോലെ വിധിച്ചോളാനല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്. മറിച്ച് ബിമാ അറാകല്ലാ, അള്ളാഹു വഹിയിലൂടെ കാണിച്ചു തന്നത് എങ്ങനെയാണ് അങ്ങനെ വിധിക്കുക. ബൽ ഫയജിബു തഖ്ബലു ഹുക്മഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിത്തസ്ലീം വ ഇൻഖിയാ. അതുകൊണ്ട് തന്നെ ഇതാണ് അതിന്റെ അടിസ്ഥാനം. റസൂലുള്ളാഹി വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാന്റെ വിധിയാണ്, അള്ളാഹ് കാണിച്ചു കൊടുത്ത വിധിയാണ്. ആ വിധിയെ സമ്പൂർണമായി കീഴൊതുങ്ങലും, ആ വിധിക്ക് കീഴൊതുങ്ങലും, അത് സമ്പൂർണമായി സ്വീകരിക്കലും നമുക്ക് നിർബന്ധമാണ്. എന്നിട്ട് അദ്ദേഹം സൂറത്തുൻ നിസാഇലെ 65-ാമത്തെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ആയത്ത് സൂചിപ്പിക്കുകയാണ്, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في انفسهم حرجا مما قضيت ويسلموا تسليما. നമ്മൾ വിശദീകരിച്ചാണ്, അതുകൊണ്ട് അർത്ഥം പറയുന്നില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ വിധി കൊണ്ടാണ് വിധിച്ചത്. ولو أخطأ في بعض الاجتهادات فإن الله لا يقره على الخطأ بل يبين له الصواب ولا يجوز الاعتراض على حكمه قال تعالى. എന്നിട്ട് അദ്ദേഹം വേറെ ആയത്ത് സൂചിപ്പിക്കുകയാണ്, സൂറത്തുൽ അഹ്സാബിലെ 36-ാമത്തെ ആയത്ത്. നമ്മൾ മനഃപ്പാഠമാക്കേണ്ട, നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ആയത്തുകളാണ്. കാരണം
ഈ മസലകൾക്കെതിരെ ശബ്ദിക്കുന്ന ഒരുപാട് ശബ്ദങ്ങളെ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവർക്ക് നമ്മൾ നമ്മുടെ തൊള്ളോണ്ടല്ല മറുപടി കൊടുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകളിൽ സുവ്യക്തമാണ് അതിനുള്ള മറുപടി. അതുകൊണ്ട് ഈ ആയത്തുകൾ നമ്മൾ ഹിഫ്ളാക്കി അതിനുള്ള മറുപടി അവർക്ക് പറഞ്ഞു കൊടുക്കണം. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു മുഅ്മിനായ സ്ത്രീക്കും പുരുഷനും ഭൂഷണമല്ല, ഇദാ ഖദല്ലാഹു വ റസൂലുഹു അംറൻ, അല്ലാഹുവും റസൂലും ഒരു വിധി കൽപ്പിച്ചാൽ, അയകൂന ലഹുൽ ഖിയറതു മിൻ അംരിഹിം, അവരുടെ വിധിയിൽ പിന്നെ ഇവന്റെ ബുദ്ധി കൊണ്ട്, ചിന്ത കൊണ്ട്, ഒരു സ്വാഭിഷ്ട പ്രകാരം ഇവന്റെ സ്വന്തമായ അഭിപ്രായം രേഖപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അള്ളാഹുവും റസൂലും ഒരു വിധി വിധിച്ചു കഴിഞ്ഞാൽ, ദീനിൽ ഒരു വിധി സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ സമ്പൂർണ്ണമായി അതിനെ സ്വീകരിക്കുക. മുഅ്മിനീങ്ങളുടെ ഈ അടിസ്ഥാന നിലവാരം പുലർത്താതെ അള്ളാഹുവിനോടും റസൂലിനോടും ധിക്കാരം പ്രവർത്തിച്ചവർ അവർ വിദൂരമായ വ്യക്തമായ വഴികേടിലാണ് ആപതിച്ചിരിക്കുന്നത് എന്ന് സൂറത്തുൽ അഹ്സാബിലെ 36-ാമത്തെ ആയത്ത്. അതുപോലെ തന്നെ സൂറത്തുൽ ഹശ്റിലെ 7-ാമത്തെ ആയത്ത്, 80 ആയത്തുകൾ ഇതിന് തെളിവുണ്ട്. وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا واتقوا الله إن الله شديد العقاب. അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നിങ്ങൾക്ക് എന്താണോ കൊണ്ടുവന്നത്, എന്തെല്ലാമാണോ കൊണ്ടുവന്നത്, എല്ലാം. അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, തെരഞ്ഞെടുപ്പ് അവകാശമില്ല, ആവിഷ്കാര വ്യവസ്ഥിതിയില്ല. അവിടെ സമ്പൂർണ്ണമായി നമ്മൾ അതിനെ മുറുകെ പിടിക്കുക. റസൂൽ എന്തുകൊണ്ട് വന്നോ അത് നിങ്ങൾ മുറുകെ പിടിക്കുക. വമാ നഹാകും അൻഹു ഫൻതഹു, റസൂൽ എന്തെന്ന് വിലക്കിയിട്ടുണ്ടോ ആ വിലക്കെല്ലാം നിങ്ങൾ മാറ്റി നിർത്തുക. അങ്ങനെ വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹു ശദീദുൽ ഇഖാബ്, അല്ലാഹുവിന്റെ ശിക്ഷ കഠോരമാണ്. അടുത്ത തെളിവ് സൂറത്തുൻ നജ്മിലെ 3-4 ആയത്ത്. സൂറത്തുൻ നജ്മിലെ 3-4 ആയത്ത്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹവപ്രകാരം, അഭീഷ്ടപ്രകാരം ഒന്നും സംസാരിച്ചിട്ടില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, അള്ളാഹുവിന്റെ വഹി ഇറങ്ങിയതിന് പ്രകാരമല്ലാതെ, അള്ളാഹു വഹി നൽകിയതനുസരിച്ചതല്ലാതെ റസൂലുള്ള പ്രവർത്തിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ഫസുന്നത്തുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹ്യുൻ മിനല്ലാഹ് വസുന്നത്തു തുഫസ്സിറുൽ ഖുർആൻ വഹിയൽ വഹ്യു വൽ മസ്ദറു ത്സാനി ബഅദൽ ഖുർആൻ ഫയജിബു ഇഹ്തിറാമഹാ കഇഹ്തിറാമിൽ ഖുർആൻ. അപ്പോൾ സുന്നത്തും അള്ളാഹുവിന്റെ വഹയാണ്. ഇത് നമുക്കറിയാവുന്ന വസ്തുതകളാണ്. അതുപോലെ തന്നെ സുന്നത്ത്, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ തഫ്സീറാണ്, വിശദീകരണമാണ്. അതുപോലെ തന്നെ വഹയിന്റെ 2ാമത്തെ ഉത്ഭവ കേന്ദ്രമാണ് സുന്നത്ത്. ആദ്യം ഖുർആൻ, പിന്നെ അതിന്റെ ഉത്ഭവം എവിടുന്നാണ്? വഹയിന്റെ. പിന്നെ ഉറവിടം ഏതാണ്? വഹയിന്റെ ഉറവിടം ഏതാണ്? 2ാമത്തെ ഉറവിടം അത് സുന്നത്താകുന്നു. ഖുർആനിന് ശേഷം ഖുർആൻ, ഖുർആനിൽ നമ്മൾ എത്ര പവിത്രത കൽപ്പിക്കുന്നു, ഖുർആനിൽ നമ്മൾ എത്ര ബഹുമാനിക്കുന്നു, അതുപോലെ സുന്നത്തിന് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കണം. അത് ഹദീസല്ലേ? ഖുർആൻ ഓക്കെ, അത് ഹദീസല്ലേ? അങ്ങനെ ഒരു 2ാം നമ്പർ ഏർപ്പാട് നമ്മൾ അതിന് കൽപ്പിക്കരുത്. ഖുർആനിനെ പരിഗണിക്കുന്ന പോലെ സുന്നത്തിനെയും പരിഗണിക്കും. കാരണം ഖുർആനും സുന്നത്തും അല്ലാഹുവിന്റെ വഹി തന്നെയാകുന്നു. വയജിബു ഖബൂലുഹാ കഖബൂലിൽ ഖുർആൻ, ഖുർആനിന്റെ ആയത്തുകൾ നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു അതുപോലെ നമ്മൾ സുന്നത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള സ്വഹീഹായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കണം എന്ന് സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് നമ്മെ പഠിപ്പിക്കുകയാണ്. ഏതുപോലെ കമാ ഖാല തആല യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദൈല്ലാഹി വറസൂലി വത്തഖുല്ലാഹ് ഇന്നല്ലാഹ സമീഉൻ അലീം. സൂറത്തുൽ ഹുജറാത്തിലെ 1-ാമത്തെ ആയത്ത്. അല്ലയോ സത്യവിശ്വാസികളെ, അല്ലയോ വിശ്വാസമുള്ളവരെ, നിങ്ങൾ അള്ളാഹുവിനും റസൂലിനും മുന്നിൽ കടക്കരുത്. അള്ളാഹുവിന്റെയും റസൂലിന്റെയും മുൻകടക്കരുത്. നിങ്ങൾ അവരുടെ മുൻപിൽ നിങ്ങൾ പ്രവേശിക്കരുത് യാതൊരു നിലക്കും. വത്തഖുല്ലാഹ ഇന്നല്ലാഹ സമീഉൻ അലീം, നിശ്ചയം അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം, അള്ളാഹു സമീഉൻ അലീമുമാണ്. ഇതാണ് അതിനുള്ള അടുത്ത തെളിവ്. അപ്പോൾ ഒരു മുസ്ലിമിന് നിർബന്ധമാണ്, ഇതാണ് നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനമായിട്ടുള്ള പാഠം. മുസ്ലിമിന് നിർബന്ധമായ കാര്യമാണ് അയ്യതലക്കൽ അഹ്കാമ മിൻ കിതാബില്ലാഹി വമിൻ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ കിതാബിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള ഹുക്കുമുകൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള ഹുക്കുമുകൾ ചോദ്യം ചെയ്യാതെ സമ്പൂർണ്ണമായി സ്വീകരിക്കൽ ഒരു മുസ്ലിമിന് അനിവാര്യമാണ്. അതോടൊപ്പം തെളിവില്ലാതെ സ്വന്തം ബുദ്ധിക്കനുസരിച്ച് യുക്തിക്കനുസരിച്ച് മറ്റൊരു വിധി തേടി പോകുക പാടില്ലാത്തതാണ്. അല്ലെങ്കിൽ അതായിരിക്കും ഒന്നുകൂടി നല്ലത് എന്നൊരു വിശേഷണം ചാർത്തിക്കൊണ്ട് ഖുർആനിലും സുന്നത്തിലും ഇല്ലാത്ത ഹുക്കുമുകളിലേക്ക് ചേർത്തി പോകുക പാടില്ല.
മറിച്ച് ബല്യതലക്കൽ അഹ്കാം മിൻ കിതാബില്ലാഹി വസുന്നത്തി റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ കിതാബിലും റസൂലുള്ളാഹിന്റെ സുന്നത്തിലുമുള്ള അഹ്കാമുകൾ മുഴുവൻ നമ്മൾ സ്വീകരിക്കണം. പിന്നെ വലാ യജൂസു ലഹു അൻ യുഖദ്ദിമ ഖൗല ഫുലാൻ, ഖുർആനിലും ഹദീസിലും ഒരു ഹുക്ം സ്ഥിരപ്പെട്ടാൽ ഇന്നാളുടെ വാക്ക് ഖൗല ഫുലാൻ, മറ്റാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആ വാക്ക് ഖുർആനിലും ഹദീസിനും മുമ്പിൽ വെക്കൽ, അതിനേക്കാൾ ഔന്നത്യം അതിനെ കൽപ്പിക്കൽ, മുൻഗണന അതിന് കൽപ്പിക്കൽ പാടില്ല. അതുപോലെ തന്നെ ഫമൻ ഫഅല ദാലിക ഫഖദ് ഖദ്ദമ ബൈന യദൈല്ലാഹി വറസൂലിഹി, ആരെങ്കിലും അങ്ങനെ ചെയ്താലോ ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ട വിധി ഇതാണ് സഹോദര, നീ സ്വീകരിക്കുക, നിന്റെ ബാധ്യതയാണിത്, നിന്റെ അടിസ്ഥാനപരമായ അഖീദയുടെ മൂല്യങ്ങളിൽപ്പെട്ട കാര്യമാണിത് എന്ന് പറഞ്ഞാൽ അത് ഞാനൊന്ന് അവനോട് ചോദിക്കട്ടെ, മൂപ്പര അഭിപ്രായം എന്താണെന്ന് അറിയട്ടെ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ അർത്ഥം നമ്മൾ നേരത്തെ സൂറത്തുൽ ഹുജറാത്തിൽ പറഞ്ഞ ആയത്തിനെതിരായി വലിക്കരുത്. യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലി, അല്ലാഹുവും റസൂലിന് മുമ്പിൽ നിങ്ങൾ ഒന്നും വെക്കരുത്. അള്ളാഹിന്റെ റസൂലിന്റെ വിധി സ്ഥിരപ്പെട്ടാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനേക്കാൾ വലിയൊരു മുൻഗണന വേറൊന്നും നിങ്ങൾ കൊടുക്കരുത്. കേട്ടാൽ സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു അനുസരിച്ചു, അതായിരിക്കണം മുഅ്മിനീങ്ങളുടെ വാക്ക്. അങ്ങനെ നമ്മൾ പ്രവർത്തിച്ചാലോ അള്ളാഹും റസൂലിനും മുമ്പിൽ കടന്ന് നമ്മൾ വിധിച്ചു, പാടില്ല സഹോദരങ്ങളെ. വലാ യജൂസു ലഹു അൻ യഖദ്ദിമ ഖൗല ഫുലാൻ അലാ ഖൗലില്ലാഹി വഖൗലി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ യജൂസു ലഹു അൻ യുഅ്മല അഖ്ലുഹു വഫിക്റുഹു, സ്വന്തം ബുദ്ധിക്കും ചിന്തക്കും അനുസരിച്ച് പ്രവർത്തിക്കാൻ ഒരാൾക്കും പാടില്ല. അല്ലെങ്കിൽ മറ്റൊരാളുടെ അഭിപ്രായത്തിലേക്ക് സ്വീകാര്യ സന്നദ്ധ പുലർത്താൻ ഒരാൾക്കും പാടില്ല. അള്ളാന്റെയും റസൂലിന്റെയും കിതാബിനോടും സുന്നത്തിനോടും എതിരാകുന്ന വിഷയങ്ങളിൽ ആരെങ്കിലുടെയും അഭിപ്രായം സ്വീകരിക്കൽ പാടില്ല. സ്വന്തം ബുദ്ധിയെ പിൻപറ്റൽ പാടില്ല, സ്വന്തം ചിന്തയെ പിൻപറ്റൽ പാടില്ല. മറിച്ച് നമ്മൾ എന്ത് വിശ്വസിക്കണം? അള്ളാന്റെ ഖുർആനിലുള്ള വിധികൾ, റസൂലുള്ളാഹിന്റെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടുള്ള വിധികൾ, അതാണ് സത്യം, അതാണ് ഏറ്റവും ശരിയെന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. അള്ളാഹുവിന്റെ ഖുർആനിലും റസൂലുള്ളാഹിന്റെ സുന്നത്തിലും സ്ഥിരപ്പെട്ട വിധികളോട് എതിരാകുന്നത് എന്തായാലും അതെല്ലാം ബാത്തിൽ, അത് നിരർത്ഥകമാണ്, ബാത്തിലാണ് എന്ന് വിശ്വസിക്കൽ. ഹാദിഹി അഖീദത്തുൻ യഅ്തഖിദുഹാ അൽ മുസ്ലിം, ഇതൊരു മുസ്ലിമിന്റെ അഖീദയാണ്, മുസ്ലിം വിശ്വസിക്കേണ്ട അടിസ്ഥാന വിശ്വാസമാണിത്. فمن اعتقد ان حكم المخلوق احسن من حكم الله عز وجل او ان حكم غير الرسول صلى الله عليه وسلم احسن من حكمه فقد كفر. അപ്പോൾ ഇതാണ് ഇതിന്റെ അടിസ്ഥാനം. അപ്പൊ പിന്നെ അള്ളാന്റെ റസൂലിന്റെ ഹദി അല്ലാത്ത മറ്റൊരു ഹദി ഇതിനേക്കാൾ നല്ലതാണ്, റസൂലുള്ളാന്റെ ദീനുള്ള ഒരു ഹുക്ം അതിനേക്കാൾ നല്ലതാണ്, ഇവിടെ വ്യവസ്ഥാപിതമായിട്ടുള്ള കമ്മ്യൂണിസം അല്ലെങ്കിൽ എന്തെന്ന് പറയാ മാർക്സിസം, കൺഫ്യൂഷനിസം, ബുദ്ധിജീവികൾ പടത്തുണ്ടാക്കിയ പ്രത്യയശാസ്ത്രങ്ങൾ, ഇതൊക്കെ ഇതിനേക്കാൾ നല്ലതാണെന്ന് ബുദ്ധിജീവിക്ക് തോന്നുകയാണെങ്കിലോ, രാഷ്ട്രീയ ചിന്തകന്മാർ, സാമൂഹിക നിരൂപകന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ പേക്കോലം ചാർത്തുന്നവർ പറയാണ് ഇന്നത്തെ സമകാലിക യുഗത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടുന്ന ഏറ്റവും നല്ല അഭിപ്രായം ഖുർആനിലും ഹദീസിലും എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഇതാണ് നല്ലത് എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ പറയും. നമുക്ക് വല്ല പ്രാധാന്യം കൽപ്പിക്കേണ്ടതുണ്ടോ? ചവറ്റുകൊട്ടയിലേക്ക് എറിയണം നമ്മൾ. അതുകൊണ്ട് ഒരു മുസ്ലിമിന്റെ അടിസ്ഥാന അഖീദയാണ് അള്ളാന്റെ റസൂലുള്ളാന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധി, അത് സമ്പൂർണ്ണമാണെന്ന് വിശ്വസിക്കൽ, അതിനേക്കാൾ മുന്തിയ ഒന്നുമില്ല എന്ന് ഉറപ്പിക്കൽ. അങ്ങനെ വിശ്വസിച്ചാൽ ഫഖദ് കഫർ, അതിനെതിരായി വിശ്വസിച്ചാൽ അവൻ കാഫിറായി എന്നതാകുന്നു. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന നാലാമത്തെ കാര്യമായി ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് നമ്മെ പഠിപ്പിച്ചത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില മസ്അലകൾ ശൈഖ് സാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തുകളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ നാലാമത്തെ ഷർത്തായ ഇൻഖിയാദാണ് നമ്മൾ പറഞ്ഞത്. ഇതിനെ എതിര് വന്ന് ഭവിക്കുന്ന കാര്യമാണ് അള്ളാഹുവിന്റെ റസൂലുള്ളാഹിന്റെ വിധിയല്ലാത്ത വിധി തേടി പോകുക, അതിന് സ്വീകാര്യത കൽപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് വളരെ ഗൗരവമായി തന്നെ നമ്മൾ ഈ വിഷയം കണക്കിലെടുക്കണം. വളരെ സൂക്ഷ്മമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഇതിങ്ങനെ വായിക്കുമ്പോൾ ബോറടിക്കുന്നുണ്ടെങ്കിൽ, ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഒന്ന് ഇഖ്ലാസ് നന്നാക്കി, നിയത്ത് നന്നാക്കി ഇരിക്കുക. കാരണം വളരെ സൂക്ഷ്മമായ മസലകളാണ്. ഇതിൽ ഒരു സംശയവും എന്നോട് പിന്നെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ ചോദിക്കരുത്, നമ്മൾ അതിന് അർഹതപ്പെട്ടവരല്ല. അൽഹംദുലില്ലാഹ് ഇത് ശൈഖ് ഫൗസാൻ ഹഫിളഹുല്ലാഹയുടെ വളരെ ലളിതമായ ഭാഷയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്ന രൂപത്തിൽ അദ്ദേഹത്തിന്റെ ഒരു മുഹാദറയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. ഇതിന്റെ പരിഭാഷ മാത്രം നിർവഹിക്കുകയാണ് എന്നെ കൊണ്ട് കഴിയുന്ന കാര്യം. നിങ്ങൾ വേറൊരു സംശയം ഇത് കഴിഞ്ഞാൽ ചോദിക്കരുത്, ഇതിൽ നിന്നാണ് വ്യക്തം ഇൻഷാ അല്ലാഹ്. അപ്പൊ അത് ആ ഒരു സൂക്ഷ്മതയോടെ, ആ ഒരു പൂർണ്ണബുദ്ധിയോടെ ചെവി കൂർപ്പിച്ചെങ്കിൽ ഇരിക്കുക.
വമൻ സഅമ അന്ന الوقت قد تغير. ചില ആളുകൾ വാദിക്കും കാലം എങ്ങനെ പുരോഗതി പ്രാപിക്കുകയാണ്, കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. വഅന്ന ഹുക്മൽ കിതാബി വസുന്ന കാന ഫീ സമാനിൻ ഖദ് മള. ഖുർആനിന്റെയും സുന്നത്തിന്റെയും വിധികൾ അത് കഴിഞ്ഞുപോയി. അത് ഭൂതകാലത്ത് 4-ാം നൂറ്റാണ്ടിൽ സംഭവിച്ച ഒരു കാര്യമാണ്. അതിന്റെ വിധി എന്ന് പറഞ്ഞാൽ വഅന്നൽ ഹാല ഫിൽ വഖ്തിൽ ഹാദിർ യഖ്തളി അൻ യുഅത ബിഹുക്മി യുനാസിബുൽ വഖ്തിൽ ഹാദിർ കമാ യഖൂലൂൻ. എന്നാൽ ചിലർ പറയുന്നത് പോലെ, നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയ ചിന്തകന്മാർ, സാമൂഹിക നിരൂപകന്മാർ, ബുദ്ധിജീവികൾ എന്നൊക്കെ പറഞ്ഞിട്ട് രംഗത്ത് വരുന്ന ആളുകൾ പറയുന്നത് പോലെ ഈ ആധുനിക കാലത്തിൽ, സമകാലിക യുഗത്തിൽ അനുയോജ്യമായ വിധികൾ ഇന്ന് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഇസ്ലാമിന്റെ, ഖുർആനിന്റെയും സുന്നത്തിന്റെ വിധികളൊക്കെ കഴിഞ്ഞുപോയി. അതൊന്ന് അറേബ്യയിൽ നടപ്പിലായിട്ടുള്ള കാര്യങ്ങളാണ് എന്നൊരുത്തൻ പറഞ്ഞാൽ ഫഹാദിഹി റിദ്ദത്തുൻ അൻ ദീനിൽ ഇസ്ലാം, ഇസ്ലാമിൽ നിന്ന് അവനെ പുറത്താക്കുന്ന റിദ്ദത്താണ് അവൻ പറഞ്ഞത്. ഇത് പറയണമെന്നില്ല, ഇത് വിശ്വസിച്ചാൽ മതി. ഈ ഒരു ചിന്ത മനസ്സിനെ അലട്ടിയാൽ മതി, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി. ആ ഒരൊറ്റ ചിന്ത കൊണ്ട്, ആ ഒരു വാക്കുകൊണ്ട്. ഏതുപോലെ ഒരുത്തൻ പറയാണ്, അല്ലെങ്കിൽ ഒരുത്തൻ എന്റെ ഒരു ചിന്തയാണ് എന്ന് പറഞ്ഞിട്ട് അവൻ വിളമ്പുകയാണ്. ശരീഅത്ത് കൊണ്ടുള്ള വിധി, അതനുസരിച്ചുള്ള അമൽ, പ്രവർത്തനം, അത് ഇക്കാലഘട്ടത്തിൽ യോജിക്കുന്ന കാര്യമല്ല. ഇക്കാലഘട്ടത്തോട് യോജിക്കുന്ന പുതിയ പ്രത്യയ ശാസ്ത്രങ്ങൾ, വ്യവസ്ഥിതികൾ ഇക്കാലഘട്ടത്തിൽ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ബിസഅമിഹിം, അത് അവരുടെ വാദമാണ്, നമ്മുടെ അഖീദയല്ല. ഫഹാദാ കുഫ്റുൻ ബില്ലാഹി അസ്സ വജൽ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുഫ്റാക്കുന്ന വാക്കാകുന്നു. കാരണം ലഅന്ന ശരീഅത സ്വാലിഹത്തുൻ ലികുല്ലി സമാനിൻ വമകാൻ, അല്ലാഹുവിന്റെ ശരീഅത്ത്, അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിപ്പിച്ചിട്ടുള്ള മതവ്യവസ്ഥിതി, അത് എല്ലാ കാലത്തിനും എല്ലാ സ്ഥലത്തിനും അനുയോജ്യമാണ്, നന്മയാണ്. അത് അന്യൂന്യമാണ്, സാർവകാലിക പ്രസക്തമാണ്, എല്ലാ കാലത്തിനും എല്ലാ സ്ഥലത്തിനും യോജിക്കുന്നതാണ്. വമകാനു ഇലാ അൻ തഖൂമ സാഅ, ഏതുവരെ? ലികുല്ലി സമാനിൻ വമകാനി ഇലാ അൻ തഖൂമ സാഅ, ഖിയാമത്ത് നാൾ വരെ അത് സമ്പൂർണവും സുരക്ഷിതവും നന്മയുമാണ്. വയജിബു അൻ യഅതഖിദ ഹാദാ, അത് വിശ്വസിക്കൽ നമ്മുടെ നിർബന്ധമായ അഖീദയുടെ ഭാഗമാണ്. ഫഇൻ കാന ലം യതബയ്യൻ ലഹു സ്വലാഹിയതുഹാ, ഇനി ഒരുത്തിന് അതിന്റെ നന്മ മനസ്സിലായില്ല, ഒരാൾക്ക് ഇസ്ലാമിന്റെ ശരീഅത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ കാലഘട്ടത്തിനും യോജിച്ചതും എല്ലാ സമൂഹത്തിലും നടപ്പിലാവുന്നതുമാണ്. ഒരാൾക്ക് ഇക്കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ വിധി ശരിയല്ല, അല്ലെങ്കിൽ ഇക്കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ വിധിയുടെ പ്രസക്തി മനസ്സിലായില്ല, എന്നാൽ അത് ആരുടെ കുറവാണ്? ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ കുറവാണ്. ലാ ഫഹാദാ മിൻ നുഖ്സിഹി, അത് അവന്റെ കുറവ്, ആ ശിശുവിന്റെ കുറവ്, അല്ലാതെ ഇസ്ലാമിന്റെ കുറവല്ല. അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ പ്രസക്തിയെ മനസ്സിലാക്കാനുള്ള ബുദ്ധിശക്തി അവനില്ല, അവന്റെ ബുദ്ധിന്റെ കുറവ്, അവനതിന് ഗ്രഹിക്കാനുള്ള കുറവ്, അല്ലാതെ ലാ മിൻ നഖ്സി ശരീഅ, അള്ളാഹുവിന്റെ ശരീഅത്തിന്റെ കുറവല്ല. അവന് മനസ്സിലായില്ലെങ്കിൽ ആർക്ക് പോയി? അവന് പോയി. മനസ്സിലായിട്ടില്ലെങ്കിൽ, അതിന്റെ യുക്തി മനസ്സിലായിട്ടില്ലെങ്കിലും സമിഅനാ വതഅനാ എന്നതാണ് മുഅ്മിനീങ്ങളുടെ നിലപാട്. അതുകൊണ്ട് ആർക്കെങ്കിലും അത് വ്യക്തമായില്ലെങ്കിൽ, മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, അത് അവന്റെ ബുദ്ധിയുടെയും അവന്റെ ചിന്തയുടെയും കുറവ്, അവന്റെ ന്യൂനത, ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ ന്യൂനതയല്ല. അതുപോലെ തന്നെ വഹുനാക മൻ യഖൂൽ, ചില ആളുകൾ പറയും ഇന്ന തത്ബീഖൽ ഹുദൂദി വറജ്മി الزاني وقطع يد السارق وقتل المرتد ان هذه احكام قاطعه, ഇസ്ലാമിന്റെ ശിക്ഷാ നടപടികൾ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് ചെറുതായിട്ട്. വ്യഭിചാരിയെ എറിഞ്ഞു കൊല്ലുക, കട്ടവന്റെ കൈമുറിക്കുക, അതുപോലെ തന്നെ ഇസ്ലാമിൽ നിന്ന് മതപരിത്യാഗം സംഭവിക്കുന്നവരെ വധിക്കുക, ഇസ്ലാമിക രാഷ്ട്രങ്ങളിലാണ് ഇത് നടപ്പിലാവുക, പറയേണ്ടതില്ലല്ലോ. ഇന്ന ഹാദിഹി അഹ്കാമുൻ ഖാതിയ, അതൊക്കെ കുറച്ച് കാടത്തമാണ്, പ്രാകൃതമാണ് എന്നിട്ട് പറയാം. ലാ തതനാസബ് മഅ ഹാദാ സമാനിൽ മുതതവ്വിർ, പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിന് അനുയോജ്യമായല്ല അത്, അതൊക്കെ കാടത്തമാണ്. അല്ലദീ തതവ്വറത് ഫീഹി അഫ്കാറുൻ നാസ്, ഈ പുരോഗതി പ്രാപിച്ച കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? ജനങ്ങളുടെ ചിന്തയും പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്, വഅഖൂലുഹും, അവരുടെ ബുദ്ധിയും പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. ഫലാ യുനാസബ് അൻ തത്ബഖൽ ഹുദൂദ്, അതുകൊണ്ട് ഇസ്ലാമിന്റെ ഇത്തരത്തിലുള്ള ശിക്ഷാ നടപടികൾ അത് ഇക്കാലഘട്ടത്തിൽ യോജിച്ചതല്ല എന്ന് വ്യക്തം പറയാം. വലാ യുഖാമൽ ഖിസാസ് അലൽ ഖാതിൽ ലിഅന്നഹു വഹ്ശിയ, കൊന്നവനെ കൊല്ലുക എന്നുള്ള ഏർപ്പാട് അതിത്തിരി കടുത്തതാണ്, ക്രൂരതയാണ് എന്ന് പറയാം. ഫഹാദിഹിൽ മഖാലാത്തുല്ലതി തസ്റു മിൻ ബഅദിൽ മുനാഫിഖീൻ,
ഈ സംസാരങ്ങൾ ഉത്ഭവിക്കുന്ന ചില മുനാഫിക്കുകൾ, ചില കപടന്മാർ, അവർക്ക് സംഭവിച്ചത് റിദ്ദത്തുൻ വാളിഹത്തുൻ അൻ ദീനിൽ ഇസ്ലാം, ഇസ്ലാമിൽ നിന്ന് അവരെ പുറത്താക്കി കളയുന്ന മതപരിത്യാഗമാണ്. റിദ്ദത്താണ് അവർക്ക് സംഭവിച്ചത്, അത് ഇസ്ലാമിന്റെ അഖീദയല്ല. ലഅന്നഹു ഇഅ്തിറാദുൻ അലാ ഹുക്മില്ലാഹ്, അത് അല്ലാഹുവിന്റെ ഹുക്മിൽ നിന്ന് പുറന്തിരിയലാണ്. വഅ്തിബാറു അന്ന ഹുക്മല്ലാഹി ഖാസിൻ വഗൈറു മുനാസിബ്, അതുപോലെ തന്നെ ഇവന്റെ ബുദ്ധിന്റെ കുറവല്ല എന്നെല്ലാം പറയുന്നത്, അത് അള്ളാന്റെ ശരീഅത്തിനുള്ള കുറവാണ്. കാരണം ഈ കാലഘട്ടത്തോട് യോജിക്കാൻ പറ്റുന്നില്ല. ഇവൻ ഒരു കുറവ് അള്ളാന്റെ ശരീഅത്തിന് ചേർത്ത് എങ്ങനെയുണ്ട്? അത് ഇസ്ലാമിന്റെ അഖീദയല്ല, അത് മുനാഫിക്കിന്റെ അഖീദയാണ്. ഫഹാദാ റിദ്ദത്തുൻ സ്വരീഹത്തുൻ അൻ ദീനിൽ ഇസ്ലാം, ഇത് ഇസ്ലാമിൽ നിന്ന് പുറത്താക്കി കളയുന്ന വ്യക്തമായ റിദ്ദത്താണ്, മതപരിത്യാഗമാണ്. അടുത്തത് വകദാലിക മൻ ഖാല, ഓരോരുത്തരുടെ വാക്കുകൾ ശൈഖ് ഫൗസാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ ഉലമാക്കളെ കുറിച്ചാണ് പറയുന്നത്. ഇവിടുത്തെ അവസ്ഥകളൊന്നും അവർക്ക് തിരിച്ചറിയാനുള്ള കഴിവില്ലായിരുന്നു. സുബ്ഹാനല്ലാഹ്, നമ്മളെക്കാൾ വ്യക്തമായി മനസ്സിലാവും. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ അടുത്ത ഇടെ ഞാനൊരു ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിയാദു സാലിഹിന്റെ ശർഹ് വായിച്ച നേരം സ്ത്രീകളെ കൊണ്ടുള്ള ഫിത്ന അദ്ദേഹം പറയാണ്. ഈ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിലൂടെ വ്യക്തമായതുപോലെ പുരുഷന്മാർക്ക് മേലെ ഏറ്റവും വലിയ ഫിത്ന ആരെ കൊണ്ടുള്ള ഫിത്നയാണ്? സ്ത്രീകളെ കൊണ്ടുള്ള ഫിത്ന. എന്നിട്ട് അദ്ദേഹം പറയും എത്രത്തോളം എന്ന് വെച്ചാൽ അവിടെ സൗദിയിൽ ജീവിച്ചു മരിച്ച ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറയാണ്, പുറത്തുകൂടെ ടൗണിലൂടെ ഇറങ്ങി നടന്നാൽ സ്ത്രീകളുടെ ഡമ്മിയാണ്, സ്ത്രീകളുടെ ഡമ്മി, ഒറിജിനൽ വരുന്ന ഡമ്മി, ഒറിജിനൽ വരുന്ന ഡ്യൂപ്ലിക്കേറ്റ്. ആ നിലക്ക് സ്ത്രീകളുടെ ഫിത്ന അദ്ദേഹം വിശദീകരിക്കുകയാണ്. സൗദിയിൽ ജീവിച്ച അദ്ദേഹത്തിന് അത് കാണാൻ പറ്റൂല എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിലും എങ്ങനെ അദ്ദേഹം പറഞ്ഞു? ഉലമാക്കളുടെ ഫിത്നയെ കുറിച്ച് നമുക്കറിയില്ല, അറിയാത്തവർ തൊള്ളകൂട്ടിയിരിക്കണം എന്നല്ലാതെ ഉലമാക്കൾ ആക്ഷേപിക്കാൻ പോകരുത്. അതാണ് നമുക്ക് അവരോട് പറയാനുള്ളത്. അതുകൊണ്ട് ചില ആളുകൾ വാദിക്കുകയാണ്, ഇന്നഹു മുഖയ്യിറുൻ ബൈന അൻ യഹ്കുമ ബിശ്ശരീഅ വ യഹ്കുമ ബിൽ ഖവാനീൻ. ഞാൻ എന്ത് ചെയ്യുന്നറിയോ? ഞാൻ എല്ലാ വിധിയൊന്നും ഇസ്ലാമിന്റെ സ്വീകരിക്കില്ല. ഞാൻ എനിക്കിഷ്ടമുള്ള വിധി ശരീഅത്തിൽ നടക്കും. അതുപോലെ തന്നെ വ യഹ്കുമ ബിൽ ഖവാനീൻ, ചില വിധികൾ ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ, എത്ര മനോഹരമാണ് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതി, നമ്മുടെ രാജ്യത്തിന്റെ പോലീസ് അങ്ങനെ പറയും, കാഫിര്യങ്ങൾ സ്ഥാപിച്ച രാജ്യത്തിന്റെ വ്യവസ്ഥിതികൾ പറയും, സെക്കുലർ സ്റ്റേറ്റ് മറ്റേത് മറിച്ചേത് എന്നൊക്കെ പറഞ്ഞിട്ട് രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ കുറിച്ച് വായാടിത്തത്തോടെ വിളമ്പുന്ന ആളുകൾ ശ്രദ്ധിക്കട്ടെ. അവർ പറയും എന്തെന്ന്, ഞാൻ എല്ലാ വിധികളൊന്നും ഇവിടുന്ന് ഇസ്ലാമിന്റെ ശരീരത്തിൽ സ്വീകരിക്കില്ല, ഞാൻ ചിലതിൽ നിന്ന് എടുക്കും, ചിലതായി നിന്ന് എടുക്കും. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യും? ശരീരത്തിൽ നടക്കും. ഇവന് ശരീഅത്തിന്റെ വിധികളായി ഉൾക്കൊള്ളാൻ പറ്റുന്നത് ശരീഅത്തിൽ നടക്കും, അതല്ല ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്ത അപ്പുറത്ത് നടക്കും. ഇസ്ലാം ആരത് പറഞ്ഞോ ആ പറഞ്ഞുകൊണ്ട് അവൻ ദീനിന്റെ പടിക്ക് പുറത്താണ്, ഇസ്ലാം ഇന്ന് പുറത്തുപോയി. അള്ളാഹുവിന്റെ ദീനിന്റെ ഹുക്മ എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളവർക്ക് എടുക്കാനും ഇഷ്ടമുള്ളവർക്ക് ഉപേക്ഷിക്കാനും പറ്റിയ ഒരു ദുര്യോഗം അതിനില്ല. അത് അവന്റെ ബുദ്ധിമോശം, അവന്റെ പിഴവ്. അള്ളാഹിന്റെ ദീനിന്റെ ഹുക്മ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഇഷ്ടമുള്ളപ്പോൾ എടുക്കുക, ഇഷ്ടമുള്ളപ്പോൾ ഒഴിവാക്കുക ഇല്ല. ബൽ ഹുക്മുല്ലാഹി മുൽസം, അള്ളാഹുവിന്റെ ഹുക്മ എന്ന് പറഞ്ഞാൽ അനിവാര്യമായി സ്വീകരിക്കേണ്ടതാണ്, നിർബന്ധമായി നമ്മൾ ഏറ്റെടുക്കേണ്ട ബാധ്യതയാണ്. കാരണം അള്ളാഹുവിന്റെ റസൂലിനോട് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഅഹ്കും ബൈനഹും ബിമാ അൻസലല്ലാഹ്, നിങ്ങൾക്ക് പ്രവാചകരെ അള്ളാഹു ഇറക്കിയത് പ്രകാരം നിങ്ങൾ അവർക്കിടയിൽ വിധിക്കുക. വലാ തത്തബിഅ അഹ്വാഅഹും, നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടമുള്ള ഞാൻ അവിടുന്ന് എടുക്കും, ഇഷ്ടമുള്ള ഇവിടുന്ന് എടുക്കും എന്ന ആളുകൾ പറയുന്നവരുടെ ഹവയുണ്ടല്ലോ, ഹവ, ആ ഹവക്കൊത്ത് പ്രവാചകരെ താങ്കൾ വിധിച്ചേക്കരുത്, അള്ളാഹു ഇറക്കിയ വഹി കൊണ്ട് താങ്കൾ വിധിക്കുക എന്നാണ് അള്ളാഹിന്റെ റസൂലിനോട് പോലും അള്ളാഹുവിന്റെ കൽപ്പന സൂറത്തുൽ മാഇദയിലെ 49 ആയത്തിലൂടെ. ഇതോടൊപ്പം ഷെയ്ഖ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു വാക്കുകൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. താലിബുൽ ഹഖ് യക്ഫീഹി ദലീൽ, സത്യാന്വേഷിക്ക് ഒരൊറ്റ തെളിവ് മതി, ഒറ്റ ഒന്ന്. ഖുർആനുണ്ട്, ഹദീസുണ്ട്, ഒരൊറ്റ തെളിവ് കൊടുത്താൽ സത്യാന്വേഷി സ്വീകരിക്കും. ഞാൻ പറഞ്ഞില്ലേ ഈ ഹവന്റെ ആൾക്കാരെ കുറിച്ച് ഷെയ്ഖ് അൽബാനി പറഞ്ഞതാണ്, വലാകിന്ന സാഹിബൽ ഹവ ലാ യക്ഫീഹി അൽഫ ദലീൽ. ഹവന്റെ ആളുണ്ടല്ലോ, തന്നിഷ്ടപ്രകാരം ഖുർആനിലും ഹദീസിലും നമ്മൾ എന്ത് പറഞ്ഞിട്ടോ ഇന്നലെ അങ്ങട്ടല്ലേ ഇങ്ങട്ടല്ലേ അതല്ല ഇതല്ലേ എന്ന് പറയുന്ന ഹവന്റെ ആളുകൾ, അഭീഷ്ടത്തെ പിൻപറ്റുന്ന ആളുകൾ, അവർക്ക് 1000 തെളിവുകൾ നിങ്ങൾ നിരത്തി കൊടുത്താൽ അവർക്ക് മതിയാവില്ല. 1000 തെളിവ് അവന്റെ മുമ്പിൽ നിങ്ങൾ നിരത്തി വെച്ചോ, ഓൻ സ്വീകരിക്കില്ല. ഇതാണ് സാഹിബുൽ ഹവന്റെ പ്രത്യേകത. വിവരമില്ലാത്ത പഠിക്കാൻ ആഗ്രഹമുള്ള സത്യാന്വേഷിയാണെങ്കിൽ അവരെ നമുക്ക് പഠിപ്പിക്കാം, അവന് വിവരമില്ല പഠിപ്പിച്ചു കൊടുക്കാം, വിവരം പറഞ്ഞു കൊടുക്കാം. എന്നാൽ ഈ ഹവന്റെ ആളുകളുണ്ടല്ലോ, അഭീഷ്ടത്തെ പിൻപറ്റുന്ന ആളുകൾ, പ്രമാണങ്ങളോട് സമ്പൂർണ്ണ വിധേയത്വം കാണിക്കാത്ത ആളുകൾ,
അവരുടെ മേലെ നമുക്കൊരു മാർഗമില്ല എന്നാണ് ഷെയ്ഖ് അൽബാനി പറഞ്ഞത്. ഒരു രക്ഷയില്ല അവരുടെ കാര്യത്തിൽ. പഠിക്കാൻ തയ്യാറില്ല, ഹവടിച്ചിങ്ങനെ നടക്കുക. സുബ്ഹാനല്ലാഹ്, വലിയ ഫിത്നയാണ് ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് ഹവകളെ പിൻപറ്റരുത്, ഹവകൾക്കൊത്ത് വിധിക്കരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അള്ളാഹുവിന്റെ കൽപ്പന. ഫഹുക്മുല്ലാഹി മുൽസം, കാരണം അള്ളാഹുവിന്റെ ഹുക്മ എന്ന് പറഞ്ഞാൽ അത് അനിവാര്യമായി സ്വീകരിക്കേണ്ടതാണ്. വലാ യസ്ലുഹു നാസ് ഇല്ലാ ഹുക്മുല്ലാഹി സുബ്ഹാനഹു വതആല, ആ അള്ളാഹുവിന്റെ ഹുക്മ കൊണ്ടല്ലാതെ ഒരു കാലത്തും ജനങ്ങൾ നന്നാവില്ല, ഒരു കാലത്തും നന്നാവില്ല. ഇപ്പൊ നോക്കൂ, എത്ര രാജ്യങ്ങളിലാണ് അവിടുത്തെ പരമാധികാരം സ്ത്രീകൾക്ക് വകവെച്ച് നൽകിയിട്ടുള്ളത്. സ്ത്രീകളാണ് അവിടുത്തെ പരമോന്നത ഭരണാധികാരത്തിന്റെ മേഖലയിൽ വഹിക്കുന്നവർ. അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്താണ്? ലൻ യുഫ്ലിഹ അല്ലാഹു ഖൗമൻ വല്ലൗ അംറഹും ഇംറഅ. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിച്ച കാര്യം എപ്പോ പറഞ്ഞാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ കാര്യം? ജമൽ യുദ്ധത്തിൽ മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഒരു വിഭാഗത്തിന് നേതൃത്വം കൊടുത്തു. സ്ത്രീയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ വളരെ നിരാശ സംഭവിക്കുന്ന, ഹതഭാഗ്യത്താൽ ഉണ്ടായിപ്പോയ, അള്ളാഹുവിന്റെ ഖദർ മുൻകടന്ന് സംഭവിച്ചൊരു കാര്യമാണ് സഹാബികൾ രണ്ട് ചേരിയിൽ തിരിഞ്ഞ ജമൽ സംഭവം. ഒരു ഭാഗത്ത് ആയിഷ ബീവി, മറുഭാഗത്ത് അലി റളിയല്ലാഹു. ഇങ്ങനെ അല്ലെ, രണ്ട് വിഭാഗം ആളുകളായി അവർ പോരടിക്കാൻ നിൽക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹ ആയിഷ ബീവിനോട് ചേരാൻ വേണ്ടി നിൽക്കുക, ആയിഷ ബീവിന്റെ സഖ്യത്തോട്. അപ്പോഴാണ് ഒരൊറ്റ കലിമത്ത് കൊണ്ട്, ഇതിൽ ഉലമാക്കൾ പല മസാലകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഫിത്നയുടെ സന്ദർഭത്തിൽ ദീനിന്റെ ഫിഖാണ്, ദീനിനുള്ള അവഗാഹമാണ്, അതൊരൊറ്റ കലിമത്താണെങ്കിൽ പോലും, ഒരൊറ്റ വാക്കിന്റെ ശകലമാണെങ്കിലും, ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നാണെങ്കിൽ പോലും, ഫിത്നയുടെ കാലയിൽ നമുക്ക് ഉപകാരം അത് മാത്രമല്ലോ, ഇൽമ് മാത്രമല്ലോ എന്നുള്ള മസാല ഇതിലൂടെ സ്ഥാപിച്ചിട്ടുണ്ട് ഉലമാക്കൾ. ഏതാണ് ആ ഫിത്നയുടെ ഏറ്റവും വലിയ ഫിത്ന? മുസ്ലിം ലോകത്ത് സംഭവിച്ച ഏറ്റവും വലിയ ഫിത്നയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ ഫിത്നയിൽ നിന്ന് മാറി നിൽക്കാൻ പ്രേരിപ്പിച്ച കാര്യം ഈ ഹദീസാണ്. പേർഷ്യൻ ചക്രവർത്തി കിസ്ര മരണപ്പെട്ടപ്പോൾ പേർഷ്യക്കാരെന്ത് ചെയ്തു? കിസ്രയുടെ പിൻഗാമിയായി അദ്ദേഹത്തിന്റെ മകളെ ഭരണാധികാരിയാക്കി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാർത്ത എത്തിയപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ ഹദീസാണ്, ഒരു സമൂഹത്തെയും അല്ലാഹു വിജയിപ്പിക്കുകയില്ല, ആ സമൂഹത്തിന്റെ ഭരണാധികാരം സ്ത്രീയെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സ്ത്രീയാണ് അതിന്റെ ഭരണാധികാരികൾ, ആ സമൂഹം വിജയിക്കില്ല, അല്ലാഹു വിജയിപ്പിക്കില്ല. ഈ ഹദീസ് ആ സമയത്ത് ഓർമ്മ വന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഖ്യത്തിൽ നിന്ന് പിന്മാറി. അതിൽ പങ്കെടുത്തില്ല അദ്ദേഹം, കാരണം നേതൃത്വകാരാണ്, സ്ത്രീയാണ്. അത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഇജ്തിഹാദിൽ വന്നൊരു പിഴവാണ്. മാസൂമല്ലല്ലോ, പ്രവാചകനല്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഇജ്തിഹാദിൽ വന്ന, അള്ളാഹു അനുവദിച്ചു കൊടുത്തിട്ടുള്ള അവരുടെ ഗവേഷണത്തിൽ വന്നിട്ടുള്ള ഒരു പിഴവായിട്ടാണ് ഉലമാക്കൾ പഠിപ്പിച്ചിട്ടുള്ളത്. അവരുടെ ന്യൂനതയെ നമ്മൾ പുലമ്പി നടക്കേണ്ട ആവശ്യമില്ല. ഇതിനെ ദുർവ്യാഖ്യാനിക്കാറുണ്ട് പലരും, ജമാഅത്തേരെ പോലെയുള്ള ആളുകൾ. ആയിഷ ബീവി യുദ്ധത്തിന് നേതൃത്വം കൊടുത്തില്ലേ, അപ്പൊ പിന്നെ സ്ത്രീകളെ നമുക്ക് പുറത്തു ചേർക്കാം. സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളുടെ അവകാശ സംരക്ഷണം, വരൂ സ്ത്രീകളെ നമുക്ക് സമരം ചെയ്യാം, സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സമരത്തിന് ആഹ്വാനം ചെയ്യാം. അതിന് തെളിവായിട്ട് ഇവർ ധരിക്കാറുണ്ട്. എന്നാൽ ഇതിന്റെ പിന്നുള്ള കഥ എന്താണെന്നറിയോ? ആയിഷ ബീവി ആ ഒരു കാര്യത്തിന് നേതൃത്വം നൽകിയത് കേവലം ആയിഷ ബീവിക്ക് പോലും നന്നായി തോന്നിയെങ്കിൽ നമുക്ക് അത് സ്വീകരിക്കായിരുന്നു. ആയിഷ ബീവി പോലും അതിന് നന്നായി കണ്ടിട്ടില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ജമൽ സംഭവത്തിന് ശേഷം അതിനേക്കാൾ അവിടത്തേക്ക് നിരാശ തോന്നിയ മറ്റൊരു വിഷയം ഉണ്ടായിട്ടില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ, ഞാൻ അവസാനിപ്പിക്കാൻ ഇതുകൂടെ പറഞ്ഞിട്ടുണ്ട് ആ സംഭവം. ആയിഷ ബീവി ഈ ജമൽ സംഭവത്തിന് മുമ്പ് വസിയത്ത് ചെയ്യാറുണ്ട്. എന്ത്? ഞാൻ മരണപ്പെട്ടാൽ എന്നെ നിങ്ങൾ എന്റെ പിതാവായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും എന്റെ ഭർത്താവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലാണ് എന്നെ മറമാടേണ്ടതെന്ന് വസിയത്ത് ചെയ്യാറുണ്ടായിരുന്നു. ഈ സംഭവത്തിന് ശേഷം ആയിഷ ബീവി തിരുത്തി പറഞ്ഞു, വേണ്ട, എന്നെ മറമാടണ്ട, എന്നെ സാധാരണ റസൂലുള്ളാഹിന്റെ പത്നിമാർ എവിടെയാണ് മറമാടിയത്? ബഖീഉൽ അർഖദിൽ, അവിടെ മറമാടിയാൽ മതി. കാരണം എനിക്കതിനുള്ള യോഗ്യത നഷ്ടപ്പെട്ടു, കാരണം എനിക്ക് ഇജ്തിഹാദിൽ പിഴവ് വന്നു, ഞാൻ നിങ്ങളുടെ സംഭവത്തിന് നേതൃത്വം നൽകി. അള്ളാന്റെ റസൂലിന്റെ വരക്ക് ആ സമയത്ത് അവിടുന്ന് ഓർത്തില്ല. ഇതും പല സ്വഹാബികൾ മനസ്സിലാക്കിയതാണ്. ആയിഷ ബീവിക്ക് പോലും നന്നായി തോന്നാത്ത കാര്യമാണ്. ഇതെങ്ങനെ പിന്നെ നമുക്ക് തെളിവായി സ്വീകരിക്കാൻ പറ്റും? ഒരിക്കലുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, എവിടുന്നാണ് നമ്മൾ പോയത്? ജനങ്ങൾ നന്നാവണമെങ്കിൽ അള്ളാന്റെ ഹുക്മ തേടി പോണം, അല്ലെ? ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾ സമൂഹത്തിൽ സ്ഥാനം വഹിക്കേണ്ടതിന്റെ പ്രസക്തി ചില പ്രത്യയശാസ്ത്രങ്ങൾക്ക് തോന്നിയെന്ന് വെച്ച് അവിടെ തോന്നൽ അവർക്ക് നന്നായി എന്ന് സ്വയം ബോധ്യപ്പെട്ടേക്കാം. പക്ഷേ ആ തോന്നൽ കൊണ്ട് സമൂഹം നന്നാവോ? ഒരൊറ്റ സമൂഹത്തെ കാണിച്ചു കൊണ്ടുക
സ്ത്രീകൾ ഭരണാധികാരം നേതൃത്വം കൊടുത്ത ഏതെങ്കിലും ഒരു സമൂഹം നന്നായ ചരിത്രങ്ങൾ കൊണ്ടുപോവാം? ഇല്ല. കാരണം അള്ളാഹുന്റെ റസൂൽ പറഞ്ഞത് നന്നാക്കില്ല എന്നാണ്. അള്ളാഹുവിന്റെ ഹുക്മാണത്. അള്ളാഹുവിന്റെ ഹുക്മ കൊണ്ടല്ലാതെ ഒരു ജനവും നന്നാവുകയില്ല എന്നതാണ് ആ പറഞ്ഞത്. ഫലൈസൽ അംറു ബിൽ ഖിയാർ. അപ്പോൾ ദീനിന്റെ ഹുക്മ തേടി പോകുക എന്നുള്ളത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള കാര്യമല്ല, ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള കാര്യമല്ല. ആർക്കെങ്കിലും ആവശ്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് അവകാശം കൊടുത്തിട്ടില്ല. ഇഷ്ടമുള്ള തെരഞ്ഞെടുപ്പ് അശ്രദ്ധ ഒഴിവാക്കാനില്ല. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു അംറൻ അയകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹു വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. സൂറത്തുൽ അഹ്സാബിലെ നമ്മൾ നേരത്തെ പറഞ്ഞ 36 ആയത്താണ് അതിനുള്ള തെളിവായി അദ്ദേഹം കൊടുക്കുന്നത്. അപ്പോൾ ഫൽ ഹുക്മു ബിമാ അൻസലല്ലാഹു നൗഉ മിൻ അൻവാഇൽ ഇബാദ. നമ്മൾ നേരത്തെ പറഞ്ഞു അള്ളാഹുവിന്റെ വിധി നമ്മൾ തേടിപ്പോകുക എന്നുള്ളത് നമ്മുടെ അഖീദയിൽപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ശൈഖ് അവർകൾ നമ്മളെ പഠിപ്പിക്കുന്നു ഹഫിളഹുല്ലാഹ് ഫൽ ഹുക്മു ബിമാ അൻസലല്ലാഹു നൗഉ മിൻ അൻവാഇൽ ഇബാദ. നമ്മുടെ ഇബാദത്തിന്റെ ഇനങ്ങളിൽപ്പെട്ട ഒരു ഇനമാണെന്ത്? അള്ളാഹുവിന്റെ ശരീഅത്തിന്റെ വിധി നമ്മൾ തേടിപ്പോകുക എന്നുള്ളത് ഇബാദത്തിൽപ്പെട്ടതാണ്, ഇബാദത്താണത്. ഫയജിബു അലൽ ഇബാദി കുല്ലുഹും അൻ യഖ്ളഉ ലിഹുക്മില്ലാഹി ജല്ല വഅല. അപ്പോൾ അള്ളാഹുവിന്റെ ഇബാദുകൾക്ക്, അള്ളാഹുവിന്റെ അടിയാറുകൾക്ക് എല്ലാവർക്കും അള്ളാഹുവിന്റെ വിധിയിൽ വിധേയത്വം കാണിക്കൽ നിർബന്ധ ബാധ്യതയാണ്. വയഅതഖിദു അന്നഹു ലാ ശൈഉൻ യുസാബിഹി ഔ അഫ്ളു മിൻ. ഒരാൾക്കും വിശ്വസിക്കാൻ പാടില്ല എന്ത്? അള്ളാഹുവിന്റെ വിധിയോട് സമമായ ഒരു വിധി ഉണ്ടെന്ന് വിശ്വസിക്കാൻ പാടില്ല. ഇതുപോലത്തെ ഒരു വിധി പാടില്ല. ഔ അഫ്ളു മിൻ, ഇതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊന്ന് പാടില്ല. ഫലാ യظن അഹദ അന്ന അൽ-അംറ ബിൽ ഖിയാർ. അതുപോലെ തന്നെ ആരും വിചാരിച്ചേക്കരുത് ആ വിഷയത്തിൽ ഒരു സ്വാതന്ത്ര്യം അല്ലാഹു വകവെച്ച് തന്നിട്ടുണ്ട്, ഇഷ്ടമുള്ളത് എടുക്കാൻ ഇഷ്ടമുള്ളത് തള്ളാൻ ഇല്ല. വയഅതഖിദു അന്നഹു ലാ ശൈഉൻ യുസാബിഹി ഔ അഫ്ളു മിൻ വഅന്ന الناس احرار كحريه الرأي وحريه التفكير. പിന്നെ അവർക്ക് തോന്നാൻ പാടില്ല എന്ത് തോന്നൽ? ജനങ്ങളെല്ലാം സ്വതന്ത്രരാണല്ലോ, ജനങ്ങളെല്ലാം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണ്. അവരുടെ ചിന്തക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവരുടെ ബുദ്ധിക്ക് സ്വാതന്ത്ര്യമുണ്ട്. മനുഷ്യൻ വിവേക ബുദ്ധിയുള്ളവനാണ്, അവൻ ഉത്കൃഷ്ട ജീവിയാണ്, അവൻ ഗവേഷണ പടുവാണ്. അതുകൊണ്ട് അവന്റെ സ്വതന്ത്രമായ ചിന്തകൾക്കും സ്വതന്ത്രമായ വ്യാഖ്യാനങ്ങൾക്കും മൊത്തം സ്വാതന്ത്ര്യത്തോടുകൂടി ഇസ്ലാമിന്റെ ശരീഅത്തിൽ ഒരു സ്വാതന്ത്ര്യ മനോഭാവം പാടില്ല. ഒരാൾക്കും ആ ചിന്ത ഉണ്ടാകാൻ പാടില്ല. വമാ അസ്ബഹു ദാലിക, ഇതുപോലത്തെ എന്താണെങ്കിലും ആര് പടച്ചുവിടുന്നതാണ് ഈ ചിന്തകൾ? എന്നിട്ട് അദ്ദേഹം പറയുന്നു മിമ്മാ യുനാദി ബിഹി ബഅ്ദു സനാദിഖ വൽ മുനാഫിഖീൻ വൽ അലമാനിയീൻ. ആരാണ് ഈ ജൽപ്പനങ്ങൾ നടത്തുന്നത്? സാധാരണക്കാർ, സാമാന്യർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ അർറുവൈബിള, അതുപോലെ തന്നെ സലഫുകൾ പറഞ്ഞ പോലെ സുഫഹാഉൽ അഹ്ലാം വഹുദസാഉൽ അസ്നാൻ. റുവൈബിളമാർ എന്ന് പറഞ്ഞാൽ അവസാന കാലഘട്ടത്തിലെ വഞ്ചനാത്മകമായ വർഷങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയപ്പോൾ പറഞ്ഞതാണ് വഞ്ചിതനെ സത്യസന്ധനെന്നും സത്യസന്ധനെ വഞ്ചിതനെന്നും മുദ്ര കുത്തുന്ന കാലം. റുവൈബിളമാർ നാക്കിട്ട് ചിലക്കുന്ന കാലം. റസൂലുള്ളാഹിനോട് സഹാബത്ത് ചോദിച്ചു വമൻ റുവൈബിള യാ റസൂലല്ലാഹ്, ആരാണ് റുവൈബിളമാർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു അർറജുലു ത്വാഫിഉ യതകല്ലമു ഫീ അംരിൽ ആമ. പൊതുസമൂഹത്തിന്റെ വിഷയത്തിൽ, ഉമ്മത്തിന്റെ വിഷയത്തിൽ നാക്കിട്ടടിക്കുന്ന മനുഷ്യൻ. എന്താണ് അവന്റെ ക്വാളിറ്റി? അർറജുലു ത്വാഫി, ദീനിയായ ഒരു ബോധവുമില്ലാത്ത, അന്തസ്സാര ശൂന്യനായ, ഒരു കഥയില്ലാത്ത മനുഷ്യൻ. ദീൻ അദ്ദേഹം പഠിച്ചത്? അദ്ദേഹം സ്വയം പഠിച്ചതാ. സ്വയം പഠിക്കാനുള്ളതാണ് ദീൻ. സ്വന്തം ബുദ്ധിക്കും സ്വന്തം ചിന്തകൾക്കും മുന്നിൽ കടന്നു വരുന്ന മാർഗങ്ങളിലൂടെ ദീനിന്റെ തഅലീമിന്റെ മാർഗങ്ങൾ സ്വീകരിച്ചവൻ എങ്ങനെ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ദാഇയാകാൻ അവർക്ക് സാധിക്കും? ഒരിക്കലുമില്ല. അത് ഇസ്ലാമിന്റെ അസ്ലീനെ പൊളിച്ചു കളയുന്നതാണ്. അതുകൊണ്ട് സ്വന്തം അഭിപ്രായങ്ങൾക്കും ചിന്തകൾക്കുമൊത്ത് ദീനിനെ സംസാരിക്കുന്ന ആളുകൾ അവർ ചിരക്കുന്ന കാലം വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയിട്ടുള്ളതാണ്. അങ്ങനെയുള്ള സാമാന്യർ സംസാരിക്കുന്ന കാലം, അവരുടെ കാലത്താണ് ഈ വാദങ്ങളൊക്കെ വരിക എന്ന് ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറയുന്നത്. പിന്നെ ആരാണ് ഈ വാദങ്ങൾ ഉന്നയിക്കുക? അജ്ജനാദിഖ, യുക്തിവാദികൾ, ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാർ, നിരീശ്വരവാദികൾ, ഇവരൊക്കെയാണ് ഈ വാദങ്ങൾ പറയാ. വൽ മുനാഫിഖീൻ, അതോടൊപ്പം കപട വിശ്വാസികളും. അതുകൊണ്ട് ആരാകട്ടെ, ഈ കൂട്ടത്തിൽപ്പെട്ട ആരാകട്ടെ ഈ വാക്ക് പറഞ്ഞാൽ ഫഖദ് കഫറു, അവൻ കുഫ്ർ ചെയ്തു, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. കാരണം ലഅന്നഹും ലാ യതമാസലൂന ഹുക്മല്ലാഹ്, അവർ അല്ലാഹുവിന്റെ ഹുക്മിനെ സമ്പൂർണ്ണമായി സ്വീകരിച്ചില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടാക്കി, അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാക്കി, തെരഞ്ഞെടുപ്പ് അവകാശം സ്ഥാപിച്ചു, അള്ളാന്റെ ഹുക്മ ഇല്ല. അവർ ഇസ്ലാമിന്റെ ഹുക്മിനെ സ്വീകരിച്ചില്ല എന്നതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ അഖീദയായ ഇബാദത്തിന്റെ ഇനങ്ങളിൽപ്പെട്ട ആ കാര്യങ്ങളെ തെറ്റിച്ചു കളഞ്ഞു എന്നതുകൊണ്ട് തന്നെ അവർ ഇസ്ലാമിൽ നിന്ന് തെറ്റി എന്നതാണ് അതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വയതകബ്ബറൂന അലാ ഹുക്മില്ല, അതോടൊപ്പം
അള്ളാഹുവിന്റെ ഹുക്കുമിൽ നിന്ന് അവർ അഹങ്കാരം നടിച്ചു പുറംതിരിഞ്ഞു എന്നതാണ് അതിന്റെ കാരണം. അടുത്ത കാര്യം, ചില ആളുകൾ പറയും ഇന്ന ഹുക്മല്ലാഹി ഹഖ്ഖുൻ, വളരെ സൂക്ഷിക്കണം, അള്ളാഹിന്റെ വിധി സത്യം തന്നെയാണ്, ഒരു സംശയമില്ല. ഖുർആൻ സമ്പൂർണ്ണ സത്യമാണ്, ഹദീസ് സ്വയായ ഹദീസുകളൊക്കെ ഞാനും സ്വീകരിക്കും, സത്യം തന്നെയാണ്. പക്ഷേ സമ്പൂർണമായി അതിലേക്ക് നമ്മൾ മടങ്ങണമെന്നാണ്, അത് ശരിയല്ല. ലായൽസമുൽ ഇൽത്തിസാമുബി, അത് മുഴുവൻ മുറുകെ പിടിക്കണമെന്നാണ്, അത് ശരിയല്ല. സത്യം തന്നെയാണ്, പക്ഷെ അത് ശരിയല്ല. എന്ത് സമ്പൂർണമായി അത് സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അള്ളാന്റെ വിധിയല്ലാത്ത വിധി തേടി പോലെ ഇതായി തന്നെ. അള്ളാന്റെ വിധി നമുക്ക് എടുക്കാം, അതല്ലാത്ത വിധികളും നമ്മൾ കാലത്തിനൊപ്പം സഞ്ചരിക്കേണ്ട. നമ്മള് ആ വാചകം തന്നെ വരുന്നുണ്ട് കേട്ടോ, അയ്യഹ്കുമ ബിഗൈരിഹി, അള്ളാന്റെ വിധിയല്ലാത്ത വിധി നമുക്ക് തേടിപ്പോകാം, അത് ജായിസാണ്. കാലം സഞ്ചരിക്കുന്നതിനൊപ്പം, കാലത്തിന്റെ ഒഴുക്കിനൊപ്പം നമ്മൾ സഞ്ചരിക്കണം. ഇതാ റഅൽ മസ്ലഹ ഫിദാലിക്, അതിൽ കാലം നിർണ്ണയിക്കാണ്, അതിലൊരു മസ്ലഹത്തുണ്ട് ജനങ്ങൾക്ക്. ഇസ്ലാമിലൊരു മസ്ലഹത്തും ഉണ്ടാവില്ല. ഇസ്ലാമിന്റെ മസ്ലഹത്തിനല്ല, കാലത്തിന്റെ സഞ്ചാരത്തിനൊപ്പം സഞ്ചരിക്കണമെന്ന കാലത്തിന്റെ മസ്ലഹത്തിനെ അഭിപ്രായമായി സ്വീകരിക്കുന്നവർ, അള്ളാഹുവിന്റെ ഹുക്മ തേടി പോകാതിരിക്കാൻ ഇതിനെ പ്രേരകബന്ധുവായി സ്ഥാപിക്കുന്നവർ, ഫഹാദ മുർത്തദ്ദുൻ അൻ ദീനിൽ ഇസ്ലാം, ദീനിൽ നിന്ന് പുറത്താകുന്നവനാണ് അവൻ. ലിഅന്നഹു ലാ യജൂസു അൻ യഹ്കുമ ബിഗൈരി മാ അൻസലല്ലാഹു അസ്സ വജൽ, കാരണം അള്ളാഹിന്റെ വിധിയല്ലാത്ത മറ്റൊരു വിധി കൊണ്ട് വിധിക്കൽ ജായിസ് പോലുമല്ല, കേവലം ജായിസ് പോലുമല്ല. പിന്നെ എങ്ങനെ അള്ളാന്റെ വിധി സത്യമാണ് എന്നാലും മറ്റേലേക്ക് പോകാന്ന് പറയാൻ പറ്റും? ജായിസാണോ അത്? ജായിസല്ല, ജായിസല്ല എന്നതാണ് നമ്മുടെ അഖീദ. അവൻ അഖീദ തെറ്റിച്ചു കളഞ്ഞു, അതുകൊണ്ട് അവൻ ദീനിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. لأنه لا يجوز أن يحكم بغير ما أنزل الله عز وجل وكل حكم سوى حكم الله سوى حكم الله. അള്ളാഹുവിന്റെ വിധിയല്ലാത്ത മറ്റേത് വിധിയുണ്ടോ ഫഇന്നഹു ബാതിൽ, അതെത്ര കാലത്തിന്റെ ഒഴുക്കിനൊപ്പം പോകുന്നതാണെങ്കിലും അത് ബാതിൽ, അത് നിരർത്ഥകമാണ് എന്നതാണ് നമ്മുടെ അഖീദ. അള്ളാഹിന്റെ വിധിയല്ലാത്ത ഏത് വിധിയുണ്ടോ അതൊക്കെ ബാതിൽ എന്നതാണ് നമ്മുടെ അഖീദ. ചിലപ്പോൾ ചില ആളുകൾ അതിന്റെ പ്രസക്തിയെ കുറിച്ച് ന്യായീകരണം ഉന്നയിക്കാറുള്ളത് ഇങ്ങനെയായിരിക്കും, എന്ത് ആ വിധി ജനങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ടല്ലോ, ജനങ്ങളുടെ പ്രതിസന്ധികൾക്ക് അതൊരു പരിഹാരമാണല്ലോ എന്ന് ചില ആളുകൾ പറയും. പക്ഷേ ലാ യഹില്ലുൽ മശാകിൽ ബൈനന്ന, ജനങ്ങൾക്കിടയിലുള്ള ഒരു പരീക്ഷണവും പ്രതിസന്ധിയും അതിനെ സൊല്യൂഷൻ കണ്ടെത്താൻ അള്ളാന്റെ വിധിയല്ലാത്ത വേറൊരു വിധിക്ക് സാധിക്കുകയില്ല. മറിച്ച് പ്രതിസന്ധിയായി തന്നെ വർദ്ധിക്കുമെന്നല്ലാതെ, പ്രതിസന്ധിയാകുന്നല്ലാതെ വേറൊരു മക്കളത്ത് അതിലുണ്ടാകുകയില്ല. അള്ളാന്റെ വിധിയല്ലാത്ത വിധി കൊണ്ട് വിധിച്ചാൽ അള്ളാന്റെ വിധിയാണ് സമ്പൂർണ്ണം എന്നതാണ് നമ്മുടെ അഖീദ. അപ്പോ അള്ളാന്റെ വിധി ഇതാണ്, ഖുർആനിൽ നിന്നുള്ള വിധി ഇതാണ്, ഹദീസിൽ നിന്നുള്ള വിധിയാണ്, ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പറയുന്നത് ഇതാണ് എന്നൊരാളോട് പറയപ്പെട്ടാൽ അത് സമ്പൂർണ്ണമായി സ്വീകരിക്കാനല്ലാതെ വേറെ നിർവാഹമില്ല. ഇതാണ് നമ്മുടെ അഖീദ. സൂറത്ത് നൂറിലെ 51-ാമത്തെ ആയത്ത് തെളിവ് ഏത്? ഇന്നമാ കാന ഖൗലുൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും വയഖൂലു സമിഅനാ വഅതഅനാ. മുഅ്മിനീങ്ങളുടെ വാക്ക് ഇത് മാത്രമായിരിക്കും. മുഅ്മിനാണോ അല്ലാഹുവിലേക്കും റസൂലിലേക്കും വിധി തീർപ്പാക്കാൻ ക്ഷണിക്കപ്പെട്ടാൽ യഥാർത്ഥ മുഅ്മിനാണോ ഇന്നമാ ഖൗലുൽ മുഅ്മിനീൻ, അവന്റെ വാക്ക് ഇത് മാത്രമായിരിക്കും. ഇന്നമ എന്നുള്ള പ്രയോഗം ഹസ്റിന്റെ പ്രയോഗമാണ്, പരിമിതപ്പെടുത്തുന്ന പ്രയോഗമാണ്. അതിനുശേഷം വന്നിട്ടുള്ളതാണെങ്കിൽ അത് മാത്രമായിരിക്കും അതിന്റെ കാര്യം. അപ്പൊ മുഅ്മിനീങ്ങളുടെ വാക്ക് ഇത് മാത്രമായിരിക്കും. ഏത് സന്ദർഭത്തിലുള്ള വാക്ക്? അള്ളാഹുലേക്കും റസൂലിലേക്കും ക്ഷണിക്കപ്പെട്ടാൽ വരൂ, ഖുർആനിന്റെയും ഹദീസിന്റെയും വിധി ഇതാണ്, നസ്സാണ്, പ്രമാണം ഇതാണ്, ഇതിലേക്ക് നിങ്ങൾ സ്വീകാര്യ സന്നദ്ധ പ്രകടിപ്പിക്കൂ, ഇതിനോട് നിങ്ങൾ വിധേയത്വം കാണിക്കൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവരുടെ വാക്ക്? അയ്യഖൂലു സമിഅനാ വഅതഅനാ, മുഅ്മിനാണോ ഞാൻ കേട്ടു അനുസരിച്ചു എന്നായിരിക്കും അവന്റെ വാക്ക്. അല്ല, അത് മാത്രമായിരിക്കും അവന്റെ വാക്ക്. അതിനപ്പുറത്ത് പറയുന്നവൻ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തെ മുറിച്ചു കളയുന്നവനാണ്. അതുകൊണ്ട് വളരെ ഗൗരവമായി നമ്മൾ ശ്രദ്ധിക്കണം. لا خيار في حكم الله ورسوله صلى الله عليه وسلم إن شئت قبلت وإن شئت لم تقبل. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിധിയിൽ, റസൂലുള്ളാഹിന്റെ വിധിയിൽ നിനക്കിഷ്ടമുള്ളത് സ്വീകരിക്കാനും നിനക്കിഷ്ടമുള്ളത് സ്വീകരിക്കാതിരിക്കാനും നിനക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല എന്നതാണ് നിന്റെ അഖീദ. ولكن أما أن تقول ما أقبل وأذهب إلى المحاكم القانونية فهذه ردة عن دين الإسلام. അല്ലെങ്കിൽ ഞാൻ സ്വീകരിക്കില്ല, ഇഷ്ടമുള്ള ഞാൻ സ്വീകരിക്കാം, ഇഷ്ടമുള്ള ഞാൻ സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ അപ്പുറത്ത് ഞാൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാലോ
അതിനേക്കാൾ ഗൗരവമുള്ള വിഷയമാണ്. എനിക്കിപ്പോ ഈ വിധി സ്വീകരിക്കാൻ പറ്റൂല, ഞാൻ വേറെ ഏതെങ്കിലും വിധിയിലേക്ക് പോകട്ടെ. ഏതുപോലെ? ഇസ്ലാമിക കുടുംബങ്ങൾ, കുടുംബത്തിലെ പ്രശ്നം സുലഹാക്കാൻ എവിടേക്കൊക്കെ പോകുന്നു? കുടുംബ കോടതിയിലേക്ക്. ആരാ കുടുംബ കോടതി സ്ഥാപിച്ച്? ഏതൊരു ബുജി അല്ലെ ഇവിടുത്തെ നാട്ടിലെ. ഇസ്ലാമിന്റെ വിധി എന്ന് പറഞ്ഞാൽ അതൊക്കെ പാര് നോക്കാനാ, നമ്മളിപ്പോ അങ്ങോട്ട് പോവാ എന്ന് പറഞ്ഞാൽ എടോ നീ മുസ്ലിമാണോ, നീ മുഅ്മിനാണോ, നിന്റെ വാക്കിത് മാത്രമായിരിക്കും അള്ളാഹുലേക്കും റസൂലിലേക്കും ക്ഷണിക്കപ്പെട്ട ഞാനിത് കേട്ടു, ഞാൻ സ്വീകരിച്ചു. അതല്ല, ഞാനൊന്ന് ആലോചിക്കട്ടെ, ഞാൻ വേറെ ഒന്നിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞാൽ ഫഹാദിഹി റിദ്ദത്തുൻ അൻ ദീനിൽ ഇസ്ലാം, അത് നിന്റെ അഖീദയെ പൊളിച്ചു കളയുന്ന, ഇബാദത്തിന്റെ ഇനങ്ങളെ കരിച്ചു കളയുന്ന, ഇസ്ലാമിൽ നിന്ന് പുറത്താക്കി കളയുന്ന റിദ്ദത്താണ്, മതപരിത്യാഗവും മതഭ്രഷ്ടുമാണ്. നീ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. وأما من اعتقد أنه لا يجوز الحكم بغير ما أنزل الله وما جاء به الرسول صلى الله عليه وسلم. എന്നാൽ ഈ വിഷയത്തിൽ നമുക്കേറെ തെറ്റിദ്ധാരണ വരുന്ന വേറൊരു മേഖലയാണ്. അളന്ന് കീറി മുറിച്ച് നമ്മളെ പഠിപ്പിക്കാൻ ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ കൊണ്ട് ഒരുപാട് സേവനങ്ങൾ ഇസ്ലാമിക ലോകത്തിന് മുസ്ലിമുകൾക്കും നൽകി. ഇനിയും അദ്ദേഹത്തിന് ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ഒരുത്തിന് വിശ്വാസമുണ്ട് എന്ത്? ലാ യജൂസുൽ ഹുക്മ ബിഗൈരി മാ അൻസലല്ലാഹ്. നമ്മൾ ഇതുവരെ വിശദീകരിച്ചല്ലോ, അതൊക്കെ അവന്റെ അഖീദയെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഒന്നെങ്കിൽ അവൻ എന്തു പറയും? ഈ കാലഘട്ടത്തോട് യോജിച്ചതല്ല, എല്ലാ വിധിയും സ്വീകരിക്കേണ്ട ആവശ്യമില്ല, ചിലത് നമുക്ക് എടുക്കാം, ചില നമുക്ക് തള്ളാം, സത്യം തന്നെയാണ്, പക്ഷെ കാലത്തിനൊപ്പം നമ്മൾ സഞ്ചരിക്കണമല്ലോ. ഇതൊക്കെ ആ വിധിയോടുള്ള സമ്പൂർണ്ണ വിധേയത്വത്തിനെ ബാധിപ്പിക്കുന്ന കാര്യമാണ്, അവന്റെ അഖീദയെ ബാധിക്കുന്ന കാര്യമാണ്. എന്നാൽ ഒരുത്തിന്റെ അഖീദയിൽ പ്രശ്നമില്ല, അവനറിയാം അള്ളാന്റെ വിധിയല്ലാത്ത, ശരീഅത്തിന്റെ വിധിയല്ലാത്ത വിധി വിധിക്കൽ അത് പാടില്ലാത്തതാണ്, ഹറാമാണ് എന്നവനറിയാം. അവന്റെ അഖീദ അത് തന്നെയാണ്. വമാ ജാഅ ബിഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ വിധി കൊണ്ടാണ് വിധിക്കേണ്ടത്, അതല്ലാത്ത വിധി വിധിക്കൽ പാടില്ല, ജായിസല്ല, ഹറാം എന്നവനറിയാം. അത് തന്നെയാണ് അവന്റെ അഖീദ. പക്ഷേ എന്തുകൊണ്ട് അവൻ വിധിക്കുന്നില്ല? വലാകിന്നഹു ഖാലഫഹു ലിഹവൻ ഫീ നഫ്സിഹി മഅ ഇഅ്തിഖാദി അന്നഹു ഫിഅലുൻ മുഹറം. അവന്റെ ഹവ, സ്വന്തം ഇഷ്ടം, അവനറിയാം ഞാനിത് ചെയ്താൽ, ഞാൻ അള്ളാന്റെ വിധിയല്ലാത്ത വിധി കൊണ്ട് വിധിച്ചാൽ അത് ഹറാമാണ്, പാടില്ലാത്തതെന്ന് അറിയാം. പക്ഷെ ഇവന്റെ ഹവ ഇവനോട് പറയാണ് നീ അത് വിധിച്ചോ. അല്ലെങ്കിൽ ഇവന്റെ ഷഹവത്ത്, ദേഹേച്ഛ അവനോട് പറയുകയാണ് നീ ആ വിധി സ്വീകരിക്കേണ്ട, നീ ഇതുകൊണ്ട് വിധിച്ചോ. അന്ന ഹുക്മ ബിഗൈരി ഹക്മല്ലാഹ് അല അൻ ഹക്കമ ബിഗൈരി ഹക്മല്ലാഹ്, അവന്റെ ഹവനോട് പറയുന്നു അള്ളാന്റെ വിധിയല്ലാത്ത വിധി കൊണ്ട് വിധിക്കാൻ. അല്ലെങ്കിൽ പൈസ കിട്ടുന്ന കാര്യമാണ്, കൈക്കൂലി കിട്ടുന്ന കാര്യമാണ്. കൈക്കൂലി കിട്ടിയാൽ, പൈസ കിട്ടിയാൽ ആ വിധി തെറ്റാണെന്ന് അറിഞ്ഞിട്ട് അള്ളാന്റെ വിധിയല്ലാത്ത വിധിയോട് വിധിക്കുക. ഇവന്റെ അഖീദ മോശമായിട്ടല്ല, അഖീദ എന്ത് തന്നെയാണ്? ഹറാം എന്നാണ്. ഹറാമാണെന്ന് അറിഞ്ഞുകൊണ്ടും കേവലമായ താല്പര്യങ്ങൾക്ക് വേണ്ടി കൈക്കൂലി കൊണ്ടോ, അല്ലെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് പിന്നെ മൻസിബ്, സ്ഥാനം ആഗ്രഹിച്ചുകൊണ്ട്, നേതൃത്വം, പദവി അതാഗ്രഹിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? തൽക്കാലം ദീനിന്റെ ഹുക്മ മറച്ചു വെക്കുക, ഇവന്റെ ഹവ കൊണ്ട് വിധിക്കുക. ഇതെന്തല്ല, ലാ യജൂസു ഫഹാദാ ലാ യക്ഫുറുൽ കുഫ്റു. അവനറിയാതെ ജായിസല്ലാന്നറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹറാമാണ്, അത് തെറ്റാണ്, പാപമാണെന്നറിയാം. പക്ഷേ അവനെ കുറിച്ച് നമ്മൾ പറയരുത് ലാ യക്ഫുറുൽ കുഫ്ര അൽ മുഖ്രിജ് മിനൽ മില്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫ്രാണ് അവൻ ഉണ്ടായത് എന്ന് നമ്മൾ പറയാൻ പാടില്ല. കാരണം അത് അവന്റെ അഖീദയെ ബാധിച്ചിട്ടില്ല. അവനറിയാം അവന്റെ അഖീദ ഹറാം തന്നെയാണ്. പക്ഷേ നൈമിഷികമായ ചില താല്പര്യങ്ങൾക്ക്, സ്ഥാനത്തിനോ പണത്തിനോ വേണ്ടി അവന്റെ ഹവക്കൊത്ത്, ദേഹത്തെക്കൊത്ത് വിധിക്കുകയാണ്. വഇന്നമാ യക്ഫുറുൽ കുഫ്റുൽ അക്ബർ. നമ്മൾ ഖുതുബയിൽ പറഞ്ഞിട്ടുണ്ട്, കുഫ്ർ രണ്ടു വിധമുണ്ട്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫ്റും അതുപോലെ തന്നെ പുറത്താക്കി കളയാത്ത ചെറിയ കുഫ്റും, ചെറിയ ശിർക്കും വലിയ ശിർക്കും പോലെ, ചെറിയ നിഫാഖും വലിയ നിഫാഖും പോലെ. ഇതിനെല്ലാം വിശദീകരിക്കുമ്പോ അഹ്ലുസുന്നത്തിന്റെ ഇമാമികൾ അത് വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പലരും എന്ത് ചെയ്യുന്നറിയോ? ഹദീസിന്റെ ലാഹിർ എടുക്കും, ഹദീസിന്റെ പരിഭാഷ മാത്രം നോക്കും, അതിന്റെ വിശദീകരണം നോക്കൂല. കുഫ്ർ എന്നുള്ളത് പല നിലക്ക് പറഞ്ഞിട്ടുണ്ടാകും. ഏതുപോലെ സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു കുഫ്റുൻ, മുസ്ലിമിനെ ചീത്ത പറയുന്നത് തെമ്മാടിത്തമാണ്, അവനെ വധിക്കൽ കുഫ്റാണ്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ ഒരു മുസ്ലിമിനെ കൊല്ലേണ്ടി വന്നവൻ അവൻ തൗബ ചെയ്തു കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിലേക്ക് സമ്പൂർണ്ണമായി അവൻ തിരികെ വരും, അവൻ നമ്മൾ കുഫ്ർ കൊണ്ട് വധിക്കാൻ പറ്റും. അല്ലെങ്കിൽ അതുപോലെ തന്നെ
പല വിഷയങ്ങളും ഇസ്ലാം എനിക്ക് ഓർമ്മ വരുന്നില്ല, പല വിഷയങ്ങൾ കുഫ്ർ എന്നുള്ള ഏതുപോലെ ഭാര്യമാർ അവരുടെ വാക്കിൽ നിന്നുള്ളൊരു പ്രയോഗം എന്താണ്, നിങ്ങൾ എന്താണ് ഈ കാലഘട്ടത്തിൽ എനിക്ക് ചെയ്തിട്ടുള്ളത്, ഇതുവരെ നിങ്ങൾ എന്താണ് ഒരു ചുക്കുങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന പ്രയോഗം റസൂലുള്ളാഹി ഹദീസിൽ അതുപോലെ തന്നെ പറഞ്ഞിട്ട് പറയണം അത് കുഫ്റാണെന്ന് പറഞ്ഞിട്ടുള്ള പ്രയോഗമുണ്ട്. അപ്പൊ നമ്മൾ ഭാര്യനെ ആദ്യം കൂടി ഷഹാദത്ത് ചെല്ലിച്ചിട്ട് നമ്മുടെ നിക്കാഹ് പോലും ബാത്തിലായി പോകില്ലേ? ആ കുഫ്ർ എടുത്തിട്ട് ഒരാൾ ആഹ്റിലുള്ള അർത്ഥം പറഞ്ഞിട്ട് പറയണം കണ്ടോ അങ്ങനെയുള്ള ഭാര്യമാരൊക്കെ കാഫിറുകളായി എന്ന് പറഞ്ഞാലോ ആ കുഫ്ർ ഏതാണ്? അത് ചെറിയ കുഫ്റാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്താക്കി കളയുന്ന കുഫ്റല്ല. അപ്പോൾ ആ വിഷയങ്ങൾ വളരെ വ്യക്തമായി നമ്മൾ വേർതിരിക്കണം. അതിൽപ്പെട്ടൊരു കാര്യമാണ്, ഒരുത്തനറിയാം അവന്റെ അഖീദ അള്ളാന്റെ വിധി കൊണ്ടല്ലാതെ വിധിക്കൽ അത് ഹറാമാണ്, പാടില്ലാത്തതാണ്, അത് തെറ്റാണ്, പാപമാണെന്നറിയാം. എന്നിട്ട് അവൻ വിധിക്കുകയാണ് എന്തിനു വേണ്ടി? പൈസക്ക് വേണ്ടി, സ്ഥാനത്തിന് വേണ്ടി, അഭീഷ്ടപ്രകാരം, ദേഹേച്ഛപ്രകാരം. അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ല. അവൻ സംഭവിച്ച കുഫ്ർ ചെറിയ കുഫ്റാകുന്നു. അതിന് പറയുന്ന മറ്റൊരു പേരാണ് കുഫ്റുൽ അസ്ഗർ, കുഫ്റുൻ ദൂന കുഫ്ർ, കുഫ്റുൻ ദൂന കുഫ്ർ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് ഇബ്നു ജരീർ അത്തൊബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ, ഇബ്നു അബി ഹാത്തിം അദ്ദേഹത്തിന്റെ തഫ്സീറിൽ, ഇമാം അൽ ഹാക്കിം അദ്ദേഹത്തിന്റെ മുസ്തദറക്കിൽ ഇവരെല്ലാം ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് അത് കുഫ്റുൻ ദൂന കുഫ്റാണ്, കുഫ്റുൻ അസ്ഗറാണ്. അതോടൊപ്പം അതിനെക്കുറിച്ച് പറയാം ഫഹാദ യുസമ്മ കുഫ്റൻ അമലിയൻ, പ്രവർത്തനത്തിൽ വന്ന കുഫ്റാണ്, പ്രവർത്തനത്തിൽ വന്ന കുഫ്റാണ്. അഖീദയിൽ വന്ന കുഫ്റല്ല, വിശ്വാസത്തിൽ വന്ന കുഫ്റല്ല, പ്രവർത്തനത്തിൽ വരുന്ന കുഫ്ർ, വാക്കുകൊണ്ടോ പ്രവർത്തനങ്ങളിലൂടെയോ വരുന്ന കുഫ്ർ അത് ചെറിയ കുഫ്റാകുന്നു, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫ്റല്ല. അഖീദയിൽ ബാധിച്ചാൽ അതെന്താണ്? ഇസ്ലാമിൽ നിന്ന് പുറത്താക്കി കളയുന്ന കുഫ്റാണ്. അതുകൊണ്ട് അങ്ങനെ ഒരുത്തൻ വിധിച്ചാൽ അവന് നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് വിധിക്കാൻ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട വേറൊരു മേഖല, ഇതും ഒരുപാട് സാധാരണക്കാർക്കിടയിൽ സംശയം ഉണ്ടാകുന്ന കാര്യമാണ്. ഇപ്പോ ഇമാമിയങ്ങൾ, അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ, മദ്ഹബിന്റെ അഇമ്മത്തുകൾ, അവർക്കൊക്കെ ഒരുപാട് വിഷയങ്ങൾ പിഴവ് പറ്റിയിട്ടുണ്ടല്ലോ. അവർക്ക് ഒരുപാട് വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടല്ലോ. അവർ പല വിധികളും ഇത് യഥാർത്ഥ വിധിയാണെന്ന് പറഞ്ഞ് വിധിച്ചത് ഇസ്ലാമിന്റെ യഥാർത്ഥ പ്രമാണങ്ങൾക്കെതിരാണെന്ന് പിന്നീട് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അതെന്താണ് അപ്പൊ അതിന്റെ കഥ? അത് ഈ മസലയുമായി എങ്ങനെ നമുക്ക് ബന്ധപ്പെടുത്താം? വളരെ വ്യക്തമായി അദ്ദേഹം വിശദീകരിക്കുന്നു. ഹഫിളഹുല്ലാഹ്, മൻ ഹക്കമ ബിഗൈരി മാ അൻസലല്ലാഹു നതീജത ഖത്ഇൻ ഫിൽ ഇജ്തിഹാദി വഹുവ അഹ്ലു ലിൽ ഇജ്തിഹാദ് വലം യതഅമ്മദ് മുഖാലിഫത്തുൽ കിതാബ് വസുന്നഹ്. ഇജ്തിഹാദിന് യോഗ്യരായവർ, മുജ്തഹിദുകൾ, ഗവേഷണ പടുക്കൾ ആരാണ്? നമ്മുടെ നാട്ടിലുണ്ട് ആരെങ്കിലും? ഉണ്ടോ? ഒരാളുമില്ല. സംശയലേശമെന്ന് നമുക്ക് പറയാം. അഇമ്മത്തുകളെ പോലെ ഇമാം ശാഫിഈ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ, ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി, പിന്നാരാണ്? ഇമാം മാലിക് റഹിമഹുമുല്ലാഹു അജ്മഈൻ. ഇവരാണ് അൽ അഇമ്മത്തുൽ അർബഅ, ഇസ്ലാമിക ലോകത്തെ 4 ഇമാമുമാരിൽ പ്രഥമ സ്ഥാനീയർ. ഇവർക്ക് അവരുടെ ഗവേഷണ മേഖലയിൽ പിഴവ് പറ്റിക്കൊണ്ട് സംഭവിച്ചിട്ട് അള്ളാന്റെ വിധിയല്ലാത്ത വിധി കൊണ്ട് അവർ വിധിച്ചിട്ടുണ്ടെങ്കിൽ വലം യതഅമ്മദ് മുഖാലഫത്തുൽ കിതാബ് വസുന്ന, അവർ മനഃപൂർവ്വം കിതാബിനും സുന്നത്തിനെതിരായി വിധിച്ചതാണോ? മനഃപൂർവ്വം ചെയ്തതാണോ? അല്ല. فهو يريد الحكم بما أنزل الله، فهو يريد الحكم بما أنزل الله ولكنه لم يوفق للصواب. അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? ഇതിനെ ഞാൻ ഇജ്തിഹാദ് ചെയ്തുകൊണ്ട് ഒരു വിധി വിധിച്ചാൽ ഈ വിധി അള്ളാന്റെ ഹുക്മായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം, അള്ളാന്റെ വിധിയിലേക്ക് എത്തുക എന്ന ഇജ്തിഹാദാണ് അവർ ഉദ്ദേശിച്ചത്, അല്ലെ? പക്ഷേ ഖദ്ദറല്ലാഹ്, അള്ളാന്റെ ഖദർ കൊണ്ട് എന്തുണ്ടായില്ല? ശരിയായ വിധി വിധിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചില്ല. കാരണം അദ്ദേഹം പ്രവാചകനല്ല, മനുഷ്യനാണ്, അല്ലെ? മഅസൂമല്ല. ഫഹാദാ കമാ ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മൾ വെറുതെ നമ്മുടെ വാക്കുകൊണ്ട് പറയുന്ന ഒരു ഇളവാണോ അവർക്കുള്ള? അല്ല. അള്ളാന്റെ റസൂൽ നഫ്സിൽ വ്യക്തമാക്കിയ കാര്യമാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി 7352 ഹദീസായും, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി 1716 നമ്പർ ഹദീസായും അവരുടെ സ്വഹീഹുകളിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ്. എന്താണ് ഹദീസ്? ഒരു മിനിറ്റ്. ഒരു ഹാക്കിം, ഒരു ഭരണാധികാരി
എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യത്തിന്റെ ഭരണാധികാരികളെല്ലാവരും ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിന്റെ ഹുക്ം നടപ്പാക്കുന്ന മുജ്തഹിദുകളായിട്ടുള്ള ഇമാമമാർ. ഇന്നത്തെ ഇസ്ലാമിക രാജ്യത്തിന്റെ ഭരണാധികാരിമാരെല്ലാവരും ഹാക്കിമുകളാണ് അല്ലെങ്കിൽ മുജ്തഹിദുകളാണ് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെ? അതുകൊണ്ട് അതിലേക്ക് കണക്ട് ചെയ്ത് ഇവിടെ പറഞ്ഞ ഹാക്കിം ഇസ്ലാമിക ഭരണാധികാരികളെ ഇന്നത്തെ ഭരണാധികാരികളെ പോലെ നമ്മൾ ചിന്തിക്കരുത്. ഇസ്ലാമിലൊരു ഹുക്മ പറയാൻ, ഫത്വ കൊടുക്കാൻ യോഗ്യരായിട്ടുള്ള ഗവേഷണ പടുക്കൾ. അദ്ദേഹം ഗവേഷണം ചെയ്തു, ആ ഗവേഷണം ശരിയായി, അള്ളാന്റെ ഹുക്മ തേടിപ്പോയി, ആ ഹുക്മ അള്ളാന്റെ ഹുക്മായി തന്നെ വിധിച്ചു, ശരിയായി. ഫലഹു അജ്റാൻ, അദ്ദേഹത്തിന് 2 കൂലിയുണ്ട്. എന്നാൽ ഗവേഷണം ചെയ്തു പിഴവ് സംഭവിച്ചു, അള്ളാന്റെ തൗഫീഖ് ഉണ്ടായില്ല ശരി വിധിക്കാൻ, ഫലഹു അജ്റുൻ വാഹിദ്, അദ്ദേഹത്തിന് 1 പ്രതിഫലമുണ്ട്, 1 തെറ്റുപോലുമില്ല. പിഴവ് സംഭവിച്ചതിൽ തെറ്റുപോലുമില്ല. കാരണം അദ്ദേഹത്തിന്റെ നിയത്ത് എന്തായിരുന്നു? യഥാർത്ഥ ഹുക്മ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണമെന്നായിരുന്നു. പക്ഷെ അള്ളാന്റെ തൗഫീഖ് ഉണ്ടായില്ല. അപ്പോ ഇമാമുകൾക്കിടയിൽ, ഗവേഷണ പടുക്കളായ മുജ്തഹിദുകൾക്കിടയിൽ ഇങ്ങനെ സംഭവിച്ചാൽ അത് വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്നതാണ്, അത് പുറത്തു കൊടുക്കപ്പെടുന്നതാണ്. കാരണം അവർ മനഃപൂർവ്വം ചെയ്തതല്ല, അവർ ശരീഅത്തിന്റെ വിധി തേടിപ്പോയി അതിന് തൽപരരായി വിധിച്ചതാണ്. പക്ഷേ അവരുടെ വിധിയിൽ അള്ളാഹുവിന്റെ വിധി അവർക്ക് തൗഫീഖ് അതിനുണ്ടായില്ല. അള്ളാഹുവിന്റെ വിധി അവരെ മുൻകടന്നു. യഥാർത്ഥ വിധി വിധിക്കാൻ അവർക്ക് തൗഫീഖ് ഉണ്ടാവില്ല. ഇതവരുടെ ഇജ്തിഹാദിൽ വരുന്ന വീഴ്ചയാണ്. അവർക്ക് പ്രതിഫലം നൽകപ്പെടുന്നതാണ്, അവർക്ക് അവരുടെ വീഴ്ച വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്നതാണ്. ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇന്നത്തെ കാലത്ത് ഫത്വ കൊടുക്കുന്നവരോ നമ്മുടെ നാട്ടിൽ മുജ്തഹിദുകളാണോ? ഹാക്കിമുകളാണോ? ഹവ വെച്ചടിക്കുക തന്നെ. അവർക്ക് സംസാരിക്കാൻ അവകാശമില്ല എന്നതാണ് അവരോട് നമുക്ക് പറയാനുള്ളത്. അവർ മിണ്ടാതിരിക്കട്ടെ. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അവർ ഇസ്ലാമിന്റെ ഈമാൻ മുറുകെ പിടിക്കുന്നവരാണെങ്കിൽ, അള്ളാഹുവിലും ഖിയാമത്ത് നാളിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ, ഇസ്ലാമിന്റെ അർക്കാനുകളിൽ വിശ്വാസമുള്ളവരാണെങ്കിൽ, ഫൽയഖുൽ ഖൈർ ഔ ലിയസ്മുത്, നല്ലത് പറയട്ടെ, പറയുന്നെങ്കിൽ, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. അവരുടെ നാക്കിട്ടടിച്ച് പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന സന്ദേഹങ്ങൾക്കും സംശയങ്ങൾക്കും ഖിയാമത്ത് നാൾ വരെ കറപിടിപ്പിക്കുന്ന അത്തരത്തിലുള്ള ഹവകൾക്കും അവർ കാരണക്കാരാവാതിരിക്കട്ടെ, അവർ മിണ്ടാതിരിക്കട്ടെ എന്നാണ് നമുക്ക് അവരോട് പറയാനുള്ളത്. فهذه هي الأمور التفصيلية في هذا المسألة العظيمة التي هي مشكلة العصر الآن. ഇതാകുന്നു ഇക്കാലഘട്ടത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ള ചില മസലകൾ. ഇനി ഇതുമായി ബന്ധപ്പെട്ട വേറൊരു മസല അദ്ദേഹം പറയുന്നുണ്ട്. أن الحكم بما أنزل الله ليس كما يفهم بعض الناس الذين ينتسبون إلى الدعوة. അള്ളാഹുവിന്റെ വിധി കൊണ്ട് വിധിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് ആളുകളെ ദഅവത്ത് നടത്തുന്ന ചില ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ പോലും ഈ തെറ്റായ ധാരണ വെച്ച് പുലർത്തുന്നത് എന്താണ്? ഇന്നൽ ഹുക്മ ഫിൽ മുനാസഅത്തിൽ മാലിയ വൽ ഹുഖൂഖിയ ഫഖത്ത്. അള്ളാന്റെ വിധി തേടിപ്പുക എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ചില ഇടപാടുകൾ, അതിൽ തീർപ്പ് കൽപ്പിക്കുക. അതുപോലെ തന്നെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട അനന്തരാവകാശം, കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, തർക്കങ്ങൾ, ഭിന്നിപ്പുകൾ, ഇത് പരിഹരിക്കാൻ മാത്രമാണ് ഇസ്ലാമിന്റെ വിധി തേടി പോകേണ്ടത് എന്ന് ഇസ്ലാമിന്റെ ദഅവത്തിന്റെ പേരിൽ രംഗപ്രവേശം ചെയ്യുന്ന ആളുകൾ പോലും സ്വയം തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ولا يطالبون الا بهذا الشيء ان يحكم بما انزل الله في المحاكم فقط. ജനങ്ങൾക്കിടയിൽ മധ്യസ്ഥതയുണ്ടാക്കാൻ, തീർപ്പ് കൽപ്പിക്കാൻ പറ്റുന്ന അഭിപ്രായ വ്യത്യാസങ്ങളിൽ മാത്രമാണ് ഇസ്ലാമിന്റെ വിധി നമ്മൾ തേടിപ്പോകേണ്ടത് എന്ന് ചില ആളുകൾ വാദിക്കുന്നുണ്ട്. നഅം ഹാദാ ഹഖ്ഖുൻ, അതെ, അവരുടെ ആ വാദം ശരിയല്ലേ, നമ്മൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിലേക്ക് അഭിപ്രായം തേടി പോകേണ്ടത് ഇസ്ലാമിന്റെ വിധിയിലേക്ക് തന്നെയാണ്. പക്ഷേ അള്ളാഹുവിന്റെ വിധി തേടി പോകേണ്ടത് തർക്കങ്ങളിലാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ വിധി തേടി പോകേണ്ടത് തർക്കങ്ങളിലും ഭിന്നിപ്പുകളിലുമാണ്, ജനങ്ങൾക്കിടയിൽ ഉടലെടുക്കുന്ന സമകാലിക പ്രശ്നങ്ങളിലാണ് എന്ന വിഷയത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ലാക്കിൻ ലൈസൽ അംറു ഖാസൂറൻ അലാ ഹാദാ, കാര്യം അതിൽ മാത്രം പരിമിതപ്പെടുത്തരുത്. ആളുകൾ അതിൽ മാത്രമേ വരുള്ളൂ. സാമ്പത്തിക ഇടപാടുകളിൽ, അനന്തരാവകാശ നിയമത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായി അതിലേക്ക് പോകാം ശരീഅത്തിന്റെ വിധി. അതല്ലാത്ത സ്വന്തം ജീവിതത്തിൽ അവരുടെ സ്വന്തം അഭീഷ്ടപ്രകാരം അവരെടുത്തൊരു തീരുമാനത്തിലേക്ക് നമ്മൾ ഇസ്ലാമിന്റെ വിധിയെ കണക്ട് ചെയ്താലോ അവർ പറയും പറ്റൂല. അവിടെ ചുരുക്കേണ്ട കാര്യമല്ല ഇത്. ബൽ യജിബുൽ ഹുക്മ ബിമാ അൻസലല്ലാഹു ഫിൽ അഖായിദ്, ആദ്യമായി അള്ളാഹുവിന്റെ ഹുക്മ നമ്മൾ നടപ്പിലാക്കേണ്ട അഖീദയിലാണ്.
അല്ലത്തി അഹമ്മു ശൈ, അതാണ് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനമായ കാര്യം. والناس مختلفون فيها فلا بد أن يحكم بينهم بما أنزل الله فتبين لهم العقيدة الصحيحة من العقيدة الباطلة. ആദ്യം നമുക്കിടയിൽ അവർക്കിടയിൽ നമുക്ക് നടപ്പിലാക്കാനുള്ള വിധി അഖീദയുടെ വിഷയത്തിലാണ്. ശരിയായ അഖീദ ബാത്തിലായ അഖീദയിൽ നമ്മൾ വേർതിരിച്ചവർക്ക് വ്യക്തമാക്കി കൊടുക്കണം. ബാത്തിലായ അഖീദക്കിടയിൽ ശരിയായ അഖീദ കൊണ്ട് നമ്മൾ വിശദീകരിക്കണം. അമ്മാ യുഖാൽ, എന്നാൽ ചില ആളുകൾ പറയാറുണ്ട്, ദഉ നാസ് അലാ മാ ഹമ്മ അലൈഹി മിനൽ അഖായിദ്, ജനങ്ങൾ എന്തെങ്കിലും വിശ്വസിച്ചോട്ടെ ചങ്ങായി, നിങ്ങൾ അവരെ വിട്ടേക്ക്. വലാ തൻസിറു നാസ് വകുല്ലു ലഹു അഖീദ, എല്ലാവർക്കും അവരുടേതായ വിശ്വാസങ്ങൾ ഉണ്ടാവും. നിങ്ങൾ അതും പറഞ്ഞിട്ട് അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കല്ലേ. തൗഹീദ് പറയാൻ ചെന്ന് കഴിഞ്ഞാൽ ആളുകൾ പറയും. അതേ ആളുകൾ എന്ത് ചെയ്യും? അനന്തരാവകാശ നിയമത്തിന്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ എന്താ നമ്മൾ പറഞ്ഞു വേറെ സാമ്പത്തിക ഇടപാടുകളിൽ എന്തെങ്കിലും ക്രമക്കേട് വന്ന് ഇസ്ലാമിന്റെ വിധിയിലെത്തും. അഖീദ പറഞ്ഞാലോ അവരെ വിട്ടേക്ക്, നിങ്ങൾ ഭിന്നിപ്പുണ്ടാക്കല്ലേ, പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കല്ലേ കൂട്ടരെ, നിങ്ങൾ അവരെ വിട്ടേക്ക് എന്ന് അവർ പറയും. അതുപോലെ തന്നെ ഇത് പറയാൻ പാടില്ലാത്ത വാക്കാണ്. കലാമുൻ ബാത്തിൽ, ബാത്തിലായിട്ടുള്ള വർത്തമാനമാണിത്. ജനങ്ങൾ അവരവർ ഉദ്ദേശിക്കുന്ന അഖീദ സ്വീകരിച്ചു കൊള്ളട്ടെ എന്ന് പറയുന്ന ആളുകൾ, അങ്ങനെ ഇജാസത്ത് കൊടുക്കുന്ന ആളുകൾ, ജനങ്ങളെ അങ്ങനെ സർട്ടിഫൈ ചെയ്യുന്ന ആളുകൾ, ജനങ്ങൾ സ്വാതന്ത്ര്യമുള്ളവരല്ലേ, നേരത്തെ പറഞ്ഞ പോലെ ചിന്താശേഷികളല്ല, അവർ ചിന്തിച്ച് അവർക്ക് ഇഷ്ടമുള്ള അഖീദ സ്വീകരിക്കട്ടെ, നിങ്ങൾ എന്തിനാ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഇസ്ലാം, ഇസ്ലാം ഇന്ന് പുറത്തു പോകുന്ന വാക്കാണിത്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. وفق كتاب الله وسنة رسوله صلى الله عليه وسلم في توحيد الربوبية وفي توحيد الألوهية وتوحيد الأسماء والصفات. അതുകൊണ്ട് തന്നെ അഖീദയുടെ വിഷയത്തിൽ കിതാബിന്റെയും സുന്നത്തിന്റെ വിധി തേടിപ്പോകൽ, തൗഹീദ് റുബൂബിയത്തിന്റെ വിഷയത്തിൽ, തൗഹീദുൽ ഉലൂഹിയത്തിന്റെ വിഷയത്തിൽ, തൗഹീദുൽ അസ്മാഇ വസിഫാത്തിന്റെ വിഷയത്തിൽ ഇസ്ലാമിന്റെ വിധി തേടിപ്പോകൽ നമുക്ക് നിർബന്ധമാണ്. ഇവിടെ തൗഹീദ് റുബൂബിയന്റെ വിഷയത്തിൽ നമ്മുടെ നാട്ടിലാർക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ന്യൂനപക്ഷ ആളുകൾക്ക്, മുസ്ലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളവർ പോലും മുസ്ലിമിന്റെ പേര് വെച്ച് ചിലപ്പോൾ നിരീശ്വരവാദിയായിട്ടുള്ള ആളുകളായിരിക്കും. ഉലൂഹിയത്തിന്റെ വിഷയത്തിലാണ് അഭിപ്രായ വ്യത്യാസം. മുജാഹിദുകൾ ഘോരമായി അതിനുവേണ്ടി ശബ്ദിക്കും അല്ലേ ഉലൂഹിയത്തിന്റെ വിഷയത്തിൽ. എന്നാൽ കൂട്ടരെ അസ്മാ വ സിഫാത്ത് തൗഹീദിനെ പൂർത്തീകരിക്കുന്നതിന്റെ അടിസ്ഥാനമാണ്. അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ആത്മാവ് അറിഞ്ഞുകൊണ്ട് ജീവസുറ്റതായി അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ നിർവഹിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ആത്മാ സിഫത്തുകൾ നമ്മൾ പഠിക്കണം. അവിടെ വരുന്ന ശിർക്കിനെ കുറിച്ച് ആരും ചർച്ച ചെയ്യാറില്ല. ഇല്ല. എന്താണ് അവിടെ വരുന്ന ശിർക്ക്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങളുണ്ട്. ഫദ്ഉഹു ബിഹാ, ആ ഉത്കൃഷ്ടമായ നാമങ്ങൾ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് ദുആ ചെയ്യണം. ഇവിടെ ഉലമാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്, അഹ്ലുസുന്നത്തിന്റെ ഇമാമികൾ പഠിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹുവിന്റെ ഖുർആനിൽ സുന്നത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള അള്ളാഹുവിന്റെ അസ്മാഉകൾ, അള്ളാഹുവിന്റെ സിഫാത്തുകൾ, അതുകൊണ്ടല്ലാതെ അള്ളാഹുവിനെ പ്രാർത്ഥിക്കുക. ഇതുപോലെ ഉടയ തമ്പുരാനെ, നാഥ, ഇങ്ങനെ അള്ളാഹു ഖുർആനിലും സുന്നത്തിലും അള്ളാഹുവിന് കൽപ്പിച്ചിട്ടുള്ളാത്ത പേരുകൾ, അതുകൊണ്ട് അള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കൽ ഇൽഹാദ്, ഇൽഹാദ് കലപ്പ്. ഈ ഇൽഹാദിന് അഹ്ലുസുന്നത്തിന്റെ ഇമാമികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അശ്ശിർകു ഫിൽ അസ്മാഇ വസിഫാത്ത്, അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്തിൽ വെക്കുന്ന ശിർക്കാണ്. എന്താണ് ഉലൂഹിയത്തിലുള്ള ശിർക്ക് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന് കൊടുക്കേണ്ട ഇബാദത്തോ ഇബാദത്തിന്റെ ഇനങ്ങളോ അള്ളാഹ് അല്ലാത്തവർക്ക് വെച്ചു കൊടുക്കുക. എന്താണ് അസ്മാ വ സിഫാത്തിലുള്ള തൗഹീദ്? അള്ളാഹിന്റെ അസ്മാ വ സിഫാത്ത് മാത്രം അള്ളാഹിനെ വെച്ചു കൊടുക്കുക, അള്ളാഹിന്റെ എല്ലാത്തൊരു പേര് അള്ളാഹിനെ വെച്ചു കൊടുത്താൽ അതിനെ ശിർക്കാണ്. ആരാണ് ഈ സംസാരിക്കുന്നത്? തൗഹീദിന് വേണ്ടി ശബ്ദിക്കുന്നവർ പോലും ഈ വിഷയത്തിൽ എവിടെയാണ് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ? വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അള്ളാഹിന്റെ പേരല്ലാത്ത പേര് അള്ളാഹിനെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ യഥാർത്ഥ പേര് അബ്ദുറഹ്മാൻ, അബൂബക്കർ, എന്തുമാകട്ടെ, നമ്മളെ ഒരുത്തൻ എന്തെങ്കിലും ഒരു ചെല്ലപ്പേര്, നമുക്കില്ലാത്ത ഇരട്ടപ്പേര് വിളിച്ച് കളിയൊക്കെ നമ്മൾ സഹിക്കൂ? നമ്മുടെ നാട്ടിൽ നമ്മുടെ സുഹൃത്തുക്കൾ പോലും വിളിച്ച് നമ്മൾ സഹിക്കില്ല. നമ്മുടെ റബ്ബായ ഒരു ന്യൂനതയും അലത്താത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എന്നെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുള്ള എന്റെ ഉത്തമമായ നാമങ്ങളുണ്ട്. ഇന്നലില്ലാഹി തിസ്അത വ തിസ്ഈന ഇസ്മാ മിഅതൻ ലില്ലാ വാഹിദ് മൻ അഹ്സാഹ ദഖലൽ ജന്ന. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്, 100-1 കുറവ്. അതിനർത്ഥം 99 നാമങ്ങളെ ഉള്ളൂ എന്നല്ല, 99 ഉത്കൃഷ്ടമായ നാമങ്ങളുണ്ട്, അതിനപ്പുറത്തുമുണ്ട്. അള്ളാഹുവിന് മാത്രം അറിയാവുന്ന അള്ളാഹുവിന്റെ അസ്മാകളുണ്ട്, റസൂലുള്ള ഹദീസുകളോട് അറിയിച്ചിരുന്ന അസ്മാകളുണ്ട്, യഥേഷ്ടമുണ്ട്. ഇല്ലേ? 100 കണക്കിന് നമുക്ക് നസുകളിലൂടെ 100ന്റെ അപ്പുറത്തും ഉലമാക്കൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കേവലം 100എങ്കിലും 99എങ്കിലും വ്യക്തമായി അസ്മാ സിഫാത്ത് ചർച്ച ചെയ്യുന്ന ഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് പഠിച്ചിട്ടല്ലേ നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കേണ്ടത്?
എത്ര ജുമായുടെ ഖുതുബകളുടെ അവസാനമാണ് അള്ളാന്റെ പേരില്ലാത്ത പേര് കൊണ്ട് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. എന്താണ് അതിന്റെ പിന്നിൽ ഒന്ന് ചേരുന്നത്? അള്ളാഹ് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അതല്ലാത്ത പ്രാർത്ഥിക്കുമ്പോൾ നമ്മളൊരു ഇല്ലാത്ത പേര് വിളിച്ചാൽ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹ് പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹ് ഇഷ്ടപ്പെടുന്നു. ആ ഭാഗത്ത് വരുന്ന ശിർക്കാകുന്നത് ഉലമാക്കൾ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ പറഞ്ഞു വരുന്നത്, നമ്മള് സാമ്പത്തിക വിഷയങ്ങളിൽ, അനന്തരാവകാശ വിഷയങ്ങളിൽ ഇസ്ലാമിന്റെ വിധി തേടി പോകുന്നവർ അഖീദന്റെ വിഷയം പറയുമ്പോൾ നിങ്ങളെ വിട്ടേക്ക് പ്രശ്നം ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്ക് ആരെയാണ്? ഖുറാഫികളെയോ നമുക്ക് പുറത്തു നിൽക്കുന്നവരെയാണ്. നമുക്ക് ഉള്ളിലെ സംഭവിക്കുന്ന വിഷയമാണ് ഞാൻ പറഞ്ഞത്, അസ്മാഉ സിഫാത്തിന്റെ വിഷയം. റുബൂബിയത്ത് വിട്ടേക്ക്, ഉലൂഹിയത്തിനെ ഏകദേശം നമ്മൾ സംസാരിക്കുന്നു. അസ്മാഉ സിഫത്തിന്റെ തൗഹീദിനെ കുറിച്ച് ആരാണ് സംസാരിക്കല്? ആരാണ് വിഷയത്തിലെ മസാലകൾ കറകളെ പഠിപ്പിക്കല്? ഇല്ല. നമുക്കിത് തിരിഞ്ഞുകുത്തുന്ന വിഷയങ്ങളാണ്. فتوحيد الألوهية يجب الحكم فيه بما أنزل الله بأن العبادة لا تكون إلا لله وأن عبادة ما سواه شرك أكبر يخرج من الملة لا بد من الحكم بهذا وهذا هو الأساس. توحيد الألوهية അതിന്റെ അസാസ് അടിത്തറ എന്ന് നമുക്കറിയാം. والنبي صلى الله عليه وسلم لما أرسل معاذا إلى اليمن എന്നിട്ട് അദ്ദേഹം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയക്കുമ്പോൾ കൊടുത്ത നിർദ്ദേശം പറയാം, തൗഹീദിലേക്ക് ആദ്യം ക്ഷണിക്കണം. ആദ്യം ഒരു വിധി നമ്മൾ തീർപ്പിലാക്കേണ്ടത് ജനങ്ങൾക്കിടയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളിലല്ല, ജനങ്ങൾക്കിടയിലുള്ള മറ്റഭിപ്രായ വ്യത്യാസങ്ങളില്ല. അഖീദന്റെ വിധി നമ്മൾ അവിടെ വിധിക്കണം. ആദ്യം വിധിക്കേണ്ട വിധി അള്ളാഹുവിന്റെ വിധിയിലേക്ക് വിധി തേടി പോകുക എന്ന് പറഞ്ഞാൽ അഖീദയുടെ വിധി തേടി പോകുക എന്നാണ് ആദ്യ അർത്ഥം. തൗഹീദുൽ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ അസ്മാഇ വസിഫ, ഇത് കഴിഞ്ഞിട്ട് വേറൊരു വിധിയുള്ളൂ. ഷിർക്കിൽ മുങ്ങി കുളിക്കുന്ന ആളുകളിലേക്ക് തൗഹീദുള്ള ആളുകളെ വിളിക്കുകയാണ്, നിങ്ങൾ ഇതിലേക്കൊന്ന്. പിന്നെ ഷിർക്കിന്റെ ആളുകൾ നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തിക ഇടപാടുകളിൽ അല്ലെങ്കിൽ അനന്തരാവകാശ ഇടപാടുകളിൽ നിങ്ങളൊന്ന് വിധി തീർപ്പാക്കാൻ വരി എന്ന് മുവഹിദുകളോട് പറയണമെങ്കിൽ മുവഹിദുകൾ ആദ്യം അതിലല്ല വിധിക്കേണ്ടത്. മുവഹിദുകളായ നമ്മൾ ആദ്യം അവർ വിധിക്കേണ്ട അഖീദന്റെ വിധിയാണ്. അഖീദ പഠിപ്പിച്ചു കൊടുത്തിട്ട് പിന്നെ മുആമലത്തിലേക്ക് പോകാൻ പാടുണ്ടോ? ഏതോ അഖീദ ഇല്ലാതെ മുആമലത്തിൽ വിധിച്ചിട്ട് എന്ത് വിധി അവന് കിട്ടാനുള്ളത്? എന്ത് പ്രതിഫലം അവന് കിട്ടാനുള്ളത്? അഖീദ ബാത്തിലെ ഒരു മനുഷ്യന് ആദ്യം അഖീദയാണ് നമ്മൾ പറയേണ്ടത്. അഖീദ കൊണ്ടാണ് നമ്മൾ വിധിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ അവസാനിപ്പിക്കാം. ബാക്കി സൗകര്യപ്രകാരം അല്ലാഹുവിന്റെ ഫضലും ഇതിനുമുണ്ടെങ്കിൽ നമുക്ക് പൂർത്തീകരിക്കാം. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بانواع رحمتك يا ارحم الراحمين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نعوذ بك من علم لا ينفع ونعوذ بك من قلب لا تخشى. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا إلى طاعتك. والحمد لله رب العالمين وصلى الله وسلم وبارك على محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.